എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക ഹരേ മാതാജി, കൃഷ്ണ. ഹരേ കൃഷ്ണ രാധാ മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ സവിതാ മാതാജി. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. രാധാ മാതാജിയെ കുറച്ച് നാളിന് ശേഷമാണ് കണ്ടതെന്ന് തോന്നുന്നു. മാതാജിക്ക് സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ. ഹരേ ഈ കൃഷ്ണ. സമയത്ത് പറ്റില്ല. അതെയോ? അപ്പോൾ ഞാനിന്ന് പ്രതിസന്ധിയിലാണ്. കാര്യം എന്റെ ലാപ്ടോപ്പിന് എന്തൊക്കെയോ സംഭവിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലും അങ്ങനെയായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ മൊബൈലിൽ നിന്നാണ് എന്താ പറയുന്നത്, ലാപ്ടോപ്പിലെ ക്യാമറ വർക്ക് ആകുന്നുണ്ട്, പക്ഷെ തല തിരിഞ്ഞാ കാണുന്നത്. കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ അത് ഒരുപാട് മെനക്കെട്ട് ഞാനിപ്പോ അരമുക്കാൽ മണിക്കൂറായി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ശരിയാവുന്നില്ല. എന്തോ പ്രശ്നം. ഇനിയിപ്പോ ചാറ്റ് GPT ചോദിച്ചു, എന്നിട്ടും അവരൊക്കെ പറഞ്ഞതനുസരിച്ച് ചെയ്തിട്ട് ഒന്നും ശരിയായില്ല. ഇനിയിപ്പോ എന്താവുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം അറിയാലോ. ഇന്ന് അമലകി ഏകാദശിയാണ്. എല്ലാവർക്കും അമലകി ഏകാദശി ആശംസകൾ. അപ്പം എല്ലാവരും എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് അംഗങ്ങളെ ഉള്ളൂ. എല്ലാവരും ഏകാദശി എടുത്ത ക്ഷീണം കാരണം ഉറങ്ങിപ്പോയോ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിട്ടൊരു വലിയൊരു ആഘോഷം കൂടിയാണ്. ഏറ്റുമാനൂര് ആറാട്ടാണ് ഇന്ന്. അപ്പൊ അങ്ങനെ മനസ്സ് അവിടെയാണ്. ക്ലാസ് എടുക്കുന്നതേ ഉള്ളൂ. കാര്യം അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് ഒക്കെ വരുന്നവർ ഞാനിപ്പോ തുറക്കുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ അവിടെ എത്തണം തോന്നുന്നു. അത് പല വീഡിയോസും ഒന്നും തുറക്കുന്നില്ല. കാര്യം അത്രയ്ക്ക് നമുക്കൊരു ആഗ്രഹം തോന്നും. നമ്മള് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ ജ്ഞാനമാണ്. അതിലെ നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു ഇതൊക്കെ കണ്ടായിരുന്നു, ഭോജന മന്ത്രം എന്നൊക്കെ പറഞ്ഞ മന്ത്രം കണ്ടായിരുന്നു. ആ മന്ത്രം എല്ലാം കാണാതെ പഠിച്ചോ? അറിയായിരുന്നു, പലർക്കും അറിയാമായിരുന്നെന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്, പഠിച്ചോണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അറിയാം പ്രഭു. അറിയാവുന്നവരൊന്നും ചൊല്ലിക്കാതെ. ബ്രഹ്മാർപ്പണം ബ്രഹ്മകവരല്ലേ പ്രഭു? ആ, ബ്രഹ്മാർപ്പണം ബ്രഹ്മകവ ബ്രഹ്മാജ്ഞൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈകതേനേ ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. നോക്കി വായിക്കാനല്ല പറഞ്ഞത്, കാണാതെ വായിക്കാനാ. അറിയാം, ഞാൻ അക്കൗണ്ട് നോക്കിയെന്നേ ഉള്ളു. അറിയാതെ പ്രഭു. രതിദേവി മാതാജിക്ക് ഓർമ്മയുണ്ടോ? മാതാജി അതിന്റെ മ്യൂട്ടാണ്. മുമ്പത്തെ ഉള്ളതൊന്നും അറിയാം. അതിന്റെ കൂടെ ചെല്ലുന്നതുണ്ട് പ്രഭു. അഹം വൈശാനോ മുക്ത പ്രാണിനാം ദേഹമാശ്രയ. അതും ഇതിന്റെ കൂടെ ചെല്ലുന്നത്. ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന അങ്ങനെയല്ല. ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന ഹരിർദാത, ഹരിർഭോക്ത, ഹരിരന്നം പ്രജാപതി, ഹരി. ഞങ്ങളെ ഈ കുട്ടികളെ അവിടെ പഠിപ്പിച്ചപ്പോഴേ ഇതാ പഠിപ്പിച്ചോണ്ടിരുന്നത് കുട്ടികളെ. ഓക്കെ, രതിദേവി മാതാജി ചുമയാണല്ലേ? അയ്യോ, പനിയാ. കൃഷ്ണ. ഓർമ്മയുണ്ടോ? നോക്കിയേ അറിയാവൂ, കാണാതറിയില്ല. സാറില്ല. ബ്രഹ്മോർപ്പണം ബ്രഹ്മഹേർ ബ്രഹ്മജ്ഞോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഹൃദ്യം ബ്രഹ്മ കർമ്മ സമാധിയ. ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധി. ബ്രഹ്മകർമ്മ സമാധിന. അപ്പൊ നമ്മള് 25, 24, 25, 26 എടുത്തത്. ഇനി 25, 26, 27 അല്ലേ? ഇനിയോ? 25 പ്രഭു ഇനി എടുക്കേണ്ടത്. 25 ഇനി എടുക്കേണ്ടത്. 25, 26, 27. അതെയോ? 25 ദൈവമേവാപരേ യജ്ഞം യോഗിനാ പരിപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജാഹുതി വ്യത്യാസമുണ്ട്. എനിക്ക് കണ്ണ് പിടിക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കട്ടെ.
ദൈവമേ വാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാഗ്നാവാ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി ദൈവമേ വാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാഗ്നാഗ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി ദൈവമേ വാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാഗ്നാവാപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ദൈവമേ വ്യാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞൈനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാത്മാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധാ മാതാജി. ഹരേ കൃഷ്ണ. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാനാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കിനി അടുത്ത് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട തർജ്ജമ നോക്കാം. ജയ് ശ്രീല പ്രഭാത്. അപരേ അപരന്മാരായ യോഗിന യോഗികൾ ദൈവാരാധന സംബന്ധിയായ യജ്ഞമേവ യജ്ഞത്തെ തന്നെ പര്യുപാസതയെ ശരിയായി ആരാധിക്കുന്നു. അപരേ മറ്റു ചിലർ ബ്രഹ്മാഗ്നോ പരമതത്വത്തിന്റെ അഗ്നിയിൽ യജ്ഞേനയേവ യജ്ഞത്താൽ തന്നെ യജ്ഞത്തെ ഉപജുഹ്വതി അർപ്പിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ കേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചിലർ പരബ്രഹ്മ ജ്യോതിസിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. അപ്പം നമ്മളിവിടെ ആ യജ്ഞങ്ങൾ ഏത് തരത്തിലുള്ള യജ്ഞമാണ് എന്ന് നമ്മൾ കണ്ടു. അതായത് കൃഷ്ണാബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളതാണ്. നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ആത്മീയമായി മാറുന്നു എന്ന് നമ്മൾ കണ്ടല്ലേ. നമ്മൾ ആ യജ്ഞത്തിൽ അർപ്പിക്കുന്ന നെയ്യാണെങ്കിലും അതിലുള്ള യജ്ഞദ്രവ്യങ്ങളാണെങ്കിലും അതിന്റെ ഹവിസും യജ്ഞാഗ്നിയും എല്ലാം തന്നെ ആത്മീയ സ്വഭാവമുള്ളതാണ്. കാര്യം പഞ്ചഭൂതങ്ങളും പഞ്ച തന്മാത്രകളും അങ്ങനെയുള്ള ഈ നമ്മൾ ഈ കണ്ട ഭൗതിക പ്രകൃതിയിലെ 96 മഹത്തത്വം എന്ന് പറഞ്ഞാൽ അതെല്ലാം എന്താണ്? ഭഗവാന്റെ സൃഷ്ടിയാണ് അല്ലെ. ഭഗവാന്റെ സൃഷ്ടി അത് ഭൗതികമായിട്ട് സൃഷ്ടിച്ചു. കാര്യം അതെല്ലാം നശിക്കുന്നതാണ് അല്ലെ. പക്ഷെ ഭഗവാന്റെ സൃഷ്ടിയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അടക്കമുള്ള സംഭവങ്ങളും എന്താണ്? നശ്വരങ്ങളാണ്. അനശ്വരമായ എറ്റേണൽ ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ആത്മാവ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതിനെ ഭഗവാന്റെ സേവയിലേക്ക് ഡൈവേർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഭഗവാനായിട്ടുള്ള യജ്ഞമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിലെ യജ്ഞവും യജ്ഞാഗ്നിയും എല്ലാം തന്നെ ആത്മീയ സ്വഭാവമുള്ളതാണ്, ഡിവൈനായി മാറുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതല്ലേ. ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നമ്മൾ കണ്ടിരുന്നു, നമ്മൾ റിലേറ്റ് ചെയ്ത് നാട്ടിൻപുറത്ത് നമ്മൾ ഇത് ഭോജനമന്ത്രമായിട്ട് ഈ മന്ത്രം എങ്ങനെ മാറി എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മുടെ ഉള്ളിലും ഒരു അഗ്നി ഉണ്ടാകുന്നുണ്ട്. ആ അഗ്നിയുടെ പേരെന്തായിരുന്നു? ജഡരാഗ്നി. ജഡരാഗ്നി. അപ്പൊ അതിന് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മൾ അതിന്റെ വേറൊരു പേരും കണ്ടുപിടിച്ചിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് വേറെ ഒരു ശ്ലോകത്തിൽ 13ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകത്തിൽ ആ അഗ്നിക്ക് വേറൊരു പേരുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. ഏത് മാതാജിയാണ്? ഏത് മാതാജിയാണ് അത് കണ്ടുപിടിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. സവിതാ മാതാജി. നിങ്ങളൊക്കെ മറന്നു അല്ലേ?
ഞാൻ നിങ്ങളാരെങ്കിലും പറയുമല്ലോ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. സവിതാ മാതാജി ആയിരുന്നു കണ്ടുപിടിച്ചത്. കൃത്യമായിട്ട് നമ്മൾ ആ ശ്ലോകത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. കാര്യം ഞാൻ ആ ചാപ്റ്റർ ഒരു ഒരു 6-7 മാസം മുൻപ് എടുത്ത് കവർ ചെയ്ത് പോയതായിരുന്നു ഞങ്ങൾ ഇവിടെ ദോഹയിലുള്ള ഒരു ക്ലാസ്സില്. എന്നാലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ വൈശ്വാനരോ നരഹ എന്നൊക്കെ പറഞ്ഞ ശ്ലോകം ഒക്കെ ഞാൻ ഓർമ്മയുണ്ട്. വൈശ്വാനരൻ എന്ന് പറഞ്ഞ ഒരു ഡെമിഗോഡാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന്. കാരണം ഞാനിപ്പോ സംസ്കൃതത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കാരണം നമുക്ക് മനസ്സിലാവുന്ന ഒരു വാക്കിന് എത്രയോ അർത്ഥങ്ങളുണ്ട്. ദക്ഷിണ എന്ന് പറയുന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. എന്തൊക്കെയാണ്? ദാനെന്നുണ്ട്, ദക്ഷിണ ദിക്കുന്നുമുണ്ട്. ദക്ഷിണ ദിക്ക്. ദിക്കുണ്ട്, തെക്ക്. തെക്ക് ദിശ എന്നും പറയുന്നുണ്ട്, ദാനെന്നുണ്ട്. രണ്ട് സംസ്കൃത വാക്കാ. പ്രൊനൗൺസിയേഷനിലുള്ള ചെറിയ വ്യത്യാസം കൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പിത. പിത എന്ന് പറഞ്ഞ എന്താണ്? അച്ഛൻ. 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 പീത. പീതാംബരം. പീത നിറം. പീതാംബരം. മഞ്ഞ പീത മഞ്ഞ മഞ്ഞ പീത നിറം. മഞ്ഞ. യെല്ലോ കളർ. മഞ്ഞ നിറം. മഞ്ഞ നിറം. യെല്ലോ കളർ. അപ്പൊ ആ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. എഴുതുന്ന ഒരുപോലെയാണ് അല്ലെ? അത് വായിക്കുമ്പോ ഒരു ദീർഘശലം പീത എന്ന് പറയുന്നു, മറ്റേത് പിത. പിത. എഴുതുമ്പോ ഒരുപോലെ തന്നെ തോന്നിക്കും രണ്ടും. പക്ഷെ നമ്മള് വായിച്ചു വരുമ്പോ ഈയിടെ രണ്ട് രീതിയിൽ അതിന് സ്ട്രെസ് കൊടുത്താലേ നമുക്കത് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ കണ്ടത്. അപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു, ചില യോഗികള് വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. അപ്പൊ ദേവന്മാരെന്ന് പറഞ്ഞ കൂട്ടരാരാണെന്ന് നമുക്കറിയാം അല്ലെ? നമ്മളെ പോലെ തന്നെ ഉള്ളവരാണ്. കാര്യം എന്താണ്? ജീവാത്മാക്കളാണ്. പക്ഷെ നമ്മള് ദേവന്മാര് തുല്യരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവർ ആ ഒരു പദവിയിൽ എത്താനായിട്ട് കാര്യം ഭഗവാന്റെ സേവകരാണല്ലോ. ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഭഗവാനെ സർവീസ് ചെയ്തിട്ടാണ് ഈ ദേവന്മാർ ആ ഒരു പദവിയിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ? എത്ര നാള് ഭക്തിയുത സേവനം ചെയ്തിട്ടാണ് അവർ ആ ഒരു പദവിയിൽ എത്തുന്നതെന്ന് കണക്കില്ല. ഭക്തിയുത സേവനം ചെയ്തിട്ടാണ് ദേവന്മാര് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നത്. അല്ല വെറുതെ ആരും ദേവന്മാരാകാൻ ക്വാളിഫൈഡ് ആകത്തില്ല. അപ്പം നമ്മൾ ഒരിക്കലും നമ്മള് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളാരും ദേവന്മാരെ ആരെയും കുറച്ച് കാണുകയും വേണ്ട. കാര്യം അവര് നമ്മളെക്കാരും ഒരുപാട് ഉയർന്നവരാണ് ക്വാളിറ്റീസിലൊക്കെ. അതുകൊണ്ടാണ് അവര് സുരന്മാരെന്ന് അറിയപ്പെടുന്നത്. നമ്മളൊക്കെ അസുരന്മാരല്ലേ? അസുരന്മാരല്ലേ? നമ്മള് സുരനല്ലാത്ത ആൾക്കാരൊക്കെ അസുരന്മാരാണ് അല്ലെ? അപ്പൊ നമ്മളൊക്കെ ആസുരി ക്വാളിറ്റീസിലാണ് അതുകൊണ്ട് സുരനോ അസുരനോ ആകുന്നത് അല്ലെ? നമ്മളെക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉയർന്നു കഴിഞ്ഞപ്പോൾ അവർ ദേവന്മാരായി മാറി. അപ്പൊ ചില യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ചിലരൊക്കെ, യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യോഗികൾക്ക് ഒരുപാട് ലക്ഷണങ്ങളുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു യോഗികൾക്കുള്ള ലക്ഷണങ്ങൾ? നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു ഭാഷയുണ്ടല്ലേ? ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ എന്താ പറയുന്നത്? യോഗിയ. യോഗി. 2 നേരം ഭക്ഷണം കഴിക്കുന്നോ? അവൻ രോഗിയോ? അല്ല, 2 നേരം 3 ഭക്ഷണം കഴിക്കുന്നത് ദ്രോഹിയാണോ എന്തോ? രോഗി. ഭോഗി. രോഗി. ഭോഗി. 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആള് രോഗി. രോഗിയ. രോഗിയാണ്, ദ്രോഹിയല്ല. മാതാജി പറഞ്ഞ പോലെ രോഗി. രോഗി. കൃഷ്ണ, രോഗി. എന്തൊക്കെ അർത്ഥങ്ങൾ ഞാൻ പുതിയത് മനസ്സിലാക്കണം ഭഗവാനെ. ദ്രോഹി. ഭഗവാനെ കൃഷ്ണ. അപ്പൊ അതുകൊണ്ട് നമ്മള് മനസ്സിലാക്കേണ്ടത് ഒരു നേരം ഭക്ഷണം കഴിയുന്നത്. അതുപോലെ അല്പാഹാര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അതായത് ആഹാരത്തെ കുറച്ച്, അതുപോലെ തന്നെ നമ്മളെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് ശ്വാസം ഇങ്ങനെ ഉള്ളിലൊക്കെ നിർത്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെയാണ് യോഗികൾ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ശ്വാസം ഉള്ളിൽ നിർത്തി കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പിടിച്ചു നിർത്താൻ പറ്റി കഴിഞ്ഞെങ്കിൽ വേറെ എന്ത് വ്യത്യാസം വരും? നിങ്ങൾ ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തിക്കോ, നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. ജ്ഞാനാംബിക മാതാജിക്ക് എനിക്ക് ഈ അടുത്ത നാളിൽ നിന്നും എനിക്ക് ആ പരലോകത്തേക്ക് മദ്ധാമ പരമം മമ എന്ന് കേൾക്കുന്ന ആ ധാമത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹമില്ലെങ്കിൽ മാതാജി കുറച്ചുള്ള ശ്വാസം ഒന്ന് പിടിച്ച് വെച്ച് നോക്കിയേ. മാതാജിക്ക് ഒരു 100-115 വയസ്സ് വരെ ഇരിക്കാൻ പറ്റും. പറയുന്ന വെറുതെ അല്ല. 400 വയസ്സ് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണ് അവിടെ ഇരിപ്പുണ്ട്. കുംഭമേളയിലൊക്കെ വന്നില്ലേ?
അസ്ഥിപഞ്ജരമായിട്ടിരിക്കുന്നത്. കാണുമ്പോ അവരൊരു ഭക്ഷണം കഴിക്കുന്നില്ല. അവർ ഈ മഞ്ഞിന്റെ അകത്ത് ഇങ്ങനെ വസ്ത്രം പോലും ഇല്ലാതെയാണ് ഇരിക്കുന്നത് അല്ലെ. മുടിയൊക്കെ ഇങ്ങനെ നീട്ടി, താടിയെല്ലാം നീട്ടി അങ്ങനെ പോവുകയാണ് അല്ലെ. ഒരു ശരീരത്തെ പറ്റി കെയർ ചെയ്യുന്നേ ഇല്ല. ആ ആത്മാവിന്റെ ഒരൊറ്റ ബലത്തിലായിരിക്കുന്നത്. അവരെന്താണ് ഭക്ഷിക്കുന്നത്? വല്ലപ്പോഴും ഒരു ജലപാനം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എവിടുന്നേലും കിട്ടിയാണോ അത് കഴിക്കുമായിരിക്കും. കിട്ടിയെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ അവരുടെ ഈ ശരീരത്തിനെ അല്ല അവർ നോക്കുന്നത് അല്ലെ. അവര് ആത്മജ്ഞാനം കിട്ടിയവരാണ് അല്ലെ. യോഗി, യോഗം അറിയാവുന്നവരല്ലേ. അപ്പൊ അങ്ങനെ ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുസ് കൂടും. അങ്ങനെ ഒരു ജീവിയെ അറിയാമോ? ആയുസ് കൂടുതലുള്ള ഒരു ജീവിയെ ശ്വാസം എങ്ങനെ പിടിച്ചു നിർത്തി ആയുസ്, അത് നമ്മൾ പലതരം രീതിയിൽ ആ ഒരു ജീവിയെ നമ്മൾ എക്സാമ്പിൾ ആക്കി എടുത്തിട്ടുണ്ട്. സബിത മാതാജി, ആമ പ്രഭു ആമ. ആമ. ആമ, ഈ ആമയെ നമ്മൾ വേറൊരു രീതിയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രാമത്തെ അധ്യായത്തിലെ കണ്ട? രണ്ടാമത്തെ അധ്യായത്തിൽ കണ്ടിട്ടുണ്ട്. ആ എക്സാമ്പിൾ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? കൂർമാണോ? കൂർമോങ്കാൻ. കൂർമ എന്നൊക്കെ പറഞ്ഞു ശ്ലോകമാണ്. എന്താണ്? ആമ തന്റെ ഇന്ദ്രിയങ്ങളെ, ശത്രുക്കളെ കാണുമ്പോൾ എങ്ങനെ ഉൾവലിക്കുന്നോ അതുപോലെ ഒരു സ്ഥിരപ്രജ്ഞനായിട്ടുള്ള ഒരാള് അവന്റെ ഇന്ദ്രിയങ്ങളെ എന്താണ് ഉൾവലിക്കുന്നു. ഇന്ദ്രിയങ്ങൾ അപകടകാരികളാണ് അല്ലെ. ആമ തന്റെ അവയവങ്ങളെ, കൈകാലുകൾ, ശത്രുക്കളെ കാണുമ്പോൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ അല്ലെങ്കിൽ അപകടകാരികളായിട്ടുള്ള ആൾക്കാരെ നമ്മള് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉൾവലിക്കണം. അങ്ങനെയുള്ള ആളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഓരോ ശ്ലോകങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ശ്ലോകങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഓർത്തിരിക്കണം. അത് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ വരുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ ഭഗവത്ഗീത നമുക്ക് ആസ്വാദനമാകത്തുള്ളൂ. ഇപ്പോഴും ശ്രദ്ധിച്ചോളൂ. നമ്മള് ഇപ്പൊ മാതാജി കഴിഞ്ഞ ദിവസം സവിതാ മാതാജി ഒരു ശ്ലോകം പറഞ്ഞു അല്ലെ. നമ്മള് ജഡരാജ്ഞി പറഞ്ഞപ്പോൾ അത് വേറൊരു ശ്ലോകമായിട്ട് 13ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകമായിട്ട് കണക്ട് ചെയ്തു. അന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതെപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് ഇത് ഭഗവത്ഗീത ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിച്ചോണം. ഒരു ശ്ലോകം പറയുമ്പോൾ അത് ഇന്നലെ ഭാഗവതം നമ്മൾ എടുത്തപ്പോൾ കണ്ടു. നമ്മൾ ആ ഒരു ശ്ലോകം പഠിച്ചപ്പോൾ ജന്മ കർമ്മജമേ ദിവ്യം യോവേത്തി തത്വദാഹ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഭാഗവതത്തിൽ ആരും കയറിയില്ല ഞാൻ അംബിക മാതാജി ഒന്നും. ഇല്ല പ്രഭു, എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ കയറി ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിട്ട് പറ്റുന്നില്ല. പ്രഭു ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, എനിക്ക് കയറാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ കയറി. സമയം മാറ്റിയായിരുന്നു, അറിഞ്ഞായിരുന്നോ? ഈ ഒരു മാസത്തേക്കിന്, ഈ നോയമ്പിന്റെ സമയം വരെ നാട്ടിലത്തെ 7 മണിയാക്കിയായിരുന്നു. ശരി. ഞാൻ എത്രയായാലും അതിന്റെ ഭാഗവതോ? മെസ്സേജ് ഒക്കെ ഇട്ടായിരുന്നല്ലോ. ഈ ഒരു ഞാൻ കണ്ടില്ല മാസത്തേക്കിന്, പ്രഭു. ഈ പെരുന്നാള് തീരുന്ന വരെ. കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും നേരം നിങ്ങൾ ഇരുന്ന് ഉറക്കത്തൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവിടെ അപ്പൊ വെറുതെ എത്ര ഇരിക്കല്ല, മണിക്ക്? ഞാനിരുന്ന് 7 ഉറങ്ങും. മണി. 7 മണിക്ക് ഈ 7 ഒരു മണിക്കാണോ? ഈ ഒരു റമദാൻ തീരുന്നിടം വരെ. അത് ഒരു ദിവസമല്ലേ ആഴ്ച 4 ക്ലാസ് അല്ലേ? 4 ക്ലാസ് അല്ല, ബുധനാഴ്ച മാത്രം. 4 ക്ലാസ്. മൊത്തത്തില് മാസം മുഴുവൻ. ആഴ്ച. അതിൽ ഒരെണ്ണം കഴിഞ്ഞു പോയി ഓൾറെഡി. ഇനിയിപ്പോ 3 ക്ലാസ്സേ ഉള്ളൂ. ഭാഗവതം അല്ലേ? ഭാഗവതം ഭാഗവതം. ബുധനാഴ്ചയുള്ള ഭാഗവതം വൈകിട്ട് 7 മണിക്കാക്കി, എത്രയല്ലേ? അതെ. ഓക്കെ. അപ്പൊ ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ എന്താണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നവരാണ് അല്ലെ. കൊടുത്തില്ലെങ്കിൽ അവര് തിരിച്ച് പണി തരുന്നവരാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ യോഗികളൊക്കെ ചില യജ്ഞന്മാരെ, ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചിലർ പരബ്രഹ്മ ജ്യോതിസിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ മറ്റു ചിലരൊക്കെ ഈ പരബ്രഹ്മ ജ്യോതിസിലേക്ക് പോകാനായിട്ട്, ബ്രഹ്മജ്യോതിസ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം അല്ലെങ്കിൽ എന്താണ് അവ്യക്തിഗത ബ്രഹ്മം, അതായത് രൂപമില്ലാത്ത ഭഗവാന്റെ തേജസ്സിലേക്ക് പോകാനായിട്ടാണ് മറ്റു ചിലർ ആഗ്രഹിക്കുന്നത് എന്ന് ആണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്നെ ഭാവാർത്ഥം നോക്കിയിട്ട് നമുക്ക് അതിന്റെ വിശദമായി എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പം നമ്മൾ ദേവന്മാരെ ദേവാരാധന എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അവരെ ബഹുമാനിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദേവാരാധന അത്ര നല്ലതല്ല. കാര്യം എന്താണ്? ദേവന്മാരെ നമ്മൾ പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഹരേ കൃഷ്ണ. ആരാണ് ഒരു വിവോ ജോയിൻ ചെയ്തിരിക്കുന്നത്?
ഹരേ കൃഷ്ണ. വിവോ മാതാജി ഹരേ കൃഷ്ണ. ആ, ഓക്കെ. ഇനി എന്റെ സെറ്റിങ്സിലൊക്കെ പോയി നെയിം ഒക്കെ ചേഞ്ച് ചെയ്യണം. എന്തായാലും മാതാജി കയറിയില്ല, സന്തോഷം. ആ, പേരിൽ എന്തിരിക്കുന്നു അല്ലേ? ഹരേ കൃഷ്ണ. അല്ല, ഫോൺ മാറിയായിരുന്നേ. ഇപ്പൊ ഞാൻ ആ ഇൻസ്റ്റാൾ ആ ചെയ്ത സൂമ. ആ വെരി ഇനി ഗുഡ്. നോക്കട്ടെ. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ ഭാവാർത്ഥം നമുക്ക് നോക്കാം. ആ, നമുക്ക് ഞാൻ അഭിയ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭാത് ഗീത. മുൻ പറഞ്ഞതുപോലെ കൃഷ്ണാവബോധത്തിലുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ മഹായോഗിയെന്നോ ജ്ഞാനിവര്യനെന്നോ വിളിക്കാം. അപ്രകാരം ദേവന്മാർക്കായുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന മറ്റു ചിലരുമുണ്ട്. കൂടാതെ ഭഗവാന്റെ അവ്യക്തിഗത ഭാവത്തെ, പരബ്രഹ്മത്തെ യജ്ഞങ്ങൾ കൊണ്ട് ഉപാസിക്കുന്നവരുമുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളിലായി പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. പലതരത്തിലുള്ള യജ്ഞകർത്താക്കൾ ചെയ്യുന്ന പല വിഭാഗങ്ങളിലുള്ള യജ്ഞകർമ്മങ്ങൾ ഉപരിപ്ലവമായി മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. വാസ്തവത്തിൽ യജ്ഞമെന്നു കൂടി പേരുള്ള വിഷ്ണു ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളതാണ്. യജ്ഞങ്ങളെല്ലാം പലവിധം. യജ്ഞങ്ങളെ മുഖ്യമായി 2 വിഭാഗങ്ങളാക്കാം: ഭൗതിക സമ്പത്തിനായുള്ള യജ്ഞവും അതീന്ദ്രിയ ജ്ഞാനത്തിനായുള്ള യജ്ഞവും. കൃഷ്ണാവബോധമുള്ളവർ തങ്ങളുടെ സർവ്വ ഭൗതിക സമ്പത്തും ഭഗവത് പ്രീതിക്ക് വേണ്ടി അർപ്പിക്കുന്നു. മറ്റു ചിലർ ക്ഷണികങ്ങളായുള്ള ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഇന്ദ്രൻ, സൂര്യൻ മുതലായ ദേവന്മാരെ സ്വന്തം ഭൗതിക സമ്പത്തുക്കളാൽ യജിക്കുന്നു. അവ്യക്തിഗതവാദികളായ മറ്റുള്ളവരാകട്ടെ സ്വന്തം വ്യക്തിഭാവത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്ന യജ്ഞമാണ് അനുഷ്ഠിക്കുന്നത്. സർവേശ്വരൻ നിയോഗിച്ച ശക്തരായ ജീവസത്തകളാണ് ദേവന്മാർ. ഈ പ്രപഞ്ചത്തിൽ ചൂട്, വെളിച്ചം, വെള്ളം മുതലായവ വിതരണം പരിപാലിക്കുക എന്നതാണ് അവരുടെ കർത്തവ്യം. ഭൗതിക നേട്ടങ്ങളിൽ തൽപരരായവർ ദേവന്മാരെ വൈദിക ചടങ്ങുകളോട് കൂടിയ യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് പ്രീണിപ്പിക്കുന്നു. ബഹീശ്വരവാദികൾ അഥവാ ബഹുദേവ ഉപാസകരാണവർ. ദേവതാരൂപങ്ങളെ ക്ഷണികങ്ങളായി കരുതി നിരപേക്ഷ തത്വത്തിന്റെ അവ്യക്തിഗത ഭാവത്തെ ആരാധിക്കുന്ന ചിലരുണ്ട്. അവർ സ്വയം പരമാഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. തങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു. പരമസത്യത്തിന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ കുറിച്ച് അറിയാൻ തത്വജ്ഞാനപരങ്ങളായ ഊഹാഭോഗങ്ങളിൽ ഏർപ്പെട്ട് സമയം പാഴാക്കുകയാണ് അവർ. കർമ്മഫലേച്ഛുക്കൾ പ്രാപഞ്ചിക സുഖങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സമ്പത്തുക്കളെല്ലാം ത്യജിക്കുന്നു. അവ്യക്തിഗതവാദികൾ പരമസത്തയിൽ വിലയം പ്രാപിക്കുന്നതിലേക്കായി തന്റെ ഭൗതികമായ ഉപാധികളെല്ലാം ബലിയർപ്പിക്കുന്നു. അവ്യക്തിഗതവാദിയുടെ യജ്ഞാഗ്നി പരമമായ ബ്രഹ്മവും ഹോമദ്രവ്യം ബ്രഹ്മാഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട വ്യക്തിഭാവവുമാണ്. കൃഷ്ണാവബോധമുള്ളവനാകട്ടെ അർജുനനെ പോലെ തന്റെ സർവസ്വവും കൃഷ്ണപ്രീതിക്ക് വേണ്ടി സമർപ്പിക്കും. അങ്ങനെ തന്റെ എല്ലാ ഭൗതിക സമ്പത്തും സർവവും തന്നെയും കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുന്നു. ഉത്തമ യോഗിയാണ് അദ്ദേഹം. അതേസമയം സ്വവ്യക്തിത്വം നഷ്ടപ്പെടുന്നുമില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞല്ലേ പ്രഭാതരോടെ. അതെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. യജ്ഞാത കർമ്മണേ കാന്ത എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ടായിരുന്നു 3-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിൽ. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനായിട്ടുള്ള കർമ്മമായിട്ട് വേണം അർപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം. നമുക്ക് ആ ശ്ലോകം തന്നെ എടുക്കാം. 3-ാമത്തെ അധ്യായത്തിൽ അല്ലെ. ഇതാർക്കാ വായിക്കാൻ പറ്റുന്ന ശ്ലോകത്തിന്റെ നമ്പർ ഓർമ്മയുള്ളവർ ഒന്ന് വായിച്ചു. ഒൻപതാമത്തെ ശ്ലോകമാണ്. യജ്ഞാർത്ഥ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഘ സമാചര. ഒന്നുകൂടെ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്രേ ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഘ സമാചര. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. 3-9 മാർക്ക് ചെയ്തിട്ട് പോകും. അതായത് കർമ്മങ്ങളൊക്കെ തന്നെ എന്താണ്? വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ വേണം അനുഷ്ഠിക്കാൻ. യജ്ഞ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിഷ്ണു എന്നാണ്.
നമ്മൾ അറിയേണ്ടത് അല്ലേ. അപ്പൊ അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ അടുപ്പിക്കുകയുള്ളൂ. കുന്തിപുത്ര, നീ നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് അതെന്നും എന്നെന്നും ബന്ധമുക്തനായിരിക്കും. ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നീ എന്നും ബന്ധമുക്തനായിരിക്കുന്നു. അല്ലെങ്കിൽ അതെല്ലാം എന്താണ് വീണ്ടും നിന്നെ എന്താണ് കെട്ടിയിടുകയേ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ദേവന്മാരെ യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു. അപ്പൊ ദേവന്മാരെ എന്തിനാണ് സാധാരണഗതിയിൽ ഓരോ യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കുന്നത്? നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾ ആരുടെയാണ്? ഗോവർദ്ധന ലീലയില് നന്ദഗോപർ എന്താണ് ചെയ്തത്? ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു യജ്ഞം ചെയ്തു അല്ലെ, മഴ പെയ്യ്ക്കാൻ വേണ്ടി. ഇന്ദ്രന് ഒരുപാട് ഹോമദ്രവ്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് എന്ത് ചെയ്തു? ഭയങ്കര വലിയ ഹോമം നടത്തി മഴ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. മഴ കിട്ടിക്കഴിഞ്ഞാൽ കൃഷിയെ അത് സഹായിക്കും, അങ്ങനെ പശുക്കൾക്ക് ഭക്ഷണമാകും. അങ്ങനെയൊക്കെ ഓർത്ത് നന്ദഗോപർ വർഷം ചെയ്ത അതൊന്നും മുടക്കി കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് ദേഷ്യമുണ്ടായി അല്ലെ. ഇതേപോലെ അഗ്നിഹോത്രാദികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, സോമയാഗം, മഴ പെയ്യ്ക്കാനായിട്ടുള്ളത്. അങ്ങനെ പല പല യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം അല്ലെ. അതൊക്കെ ആചാരം അനുസരിച്ച് നിഷ്കർഷിച്ച് അതിൻ്റെതായിട്ടുള്ള ആ ദേവത വന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് അതിന്റെ വരദാനം തരും. മഴയുടെ ദേവൻ ആരാണ്? വരുണൻ. ഇന്ദ്രനും വരുണനും ഒക്കെ ഉണ്ടല്ലേ. വരുണനാണ് ജലത്തിന്റെ അതിദേവത, മഴയുടെ ദേവത ഇന്ദ്രൻ. അപ്പൊ അങ്ങനെ ഓരോന്നിനും ദേവന്മാരുണ്ടല്ലേ. ഈ ദേവന്മാരെയൊക്കെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവര് ഇതിന്റെ യജ്ഞ കംപ്ലീറ്റ്ലി എങ്ങോട്ടാ പോകുന്നത്? ഭോക്താരാം യജ്ഞ തപസ, യജ്ഞങ്ങളുടെയും തപസ്സിന്റെ എല്ലാം അധിപതി വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണുവിലേക്കാണ് ഇതെല്ലാം പോകുന്നത്. പക്ഷെ ഇതിന്റെ ആ യജ്ഞം ഏറ്റുവാങ്ങാനായിട്ട് ഒരു ദേവതയെ നിശ്ചയിക്കും ഓരോ ഇതിലും അല്ലെ. അത് ഫൈനലി പോകുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ്, വിഷ്ണുവിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. വിഷ്ണുവിന്റെ പ്രീതി, വിഷ്ണുവാണ് ആ ഭോക്താരാം യജ്ഞ തപസ, എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് വിഷ്ണു തന്നെയാണ്. അപ്പം യോഗികൾ എന്ന് പറയുന്ന ഈ കൂട്ടര് ചില കാര്യങ്ങളെ ഒക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവർ വളരെ അധികം ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ശാസ്ത്രത്തെയൊക്കെ നിയന്ത്രിക്കുക. അതുപോലെ ചില ദേവന്മാരെയൊക്കെ അവര് യഥാവിധി ആരാധിക്കുന്നു. യഥാവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആരാധിക്കുന്നത്. മറ്റു ചിലർ പരബ്രഹ്മ ജ്യോതിസിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. അപ്പം മറ്റു ചിലർ പോകുന്ന എന്താണ്? പരബ്രഹ്മ ജ്യോതിസിൽ സായുജ്യ മുക്തിയിലാണ് പോകുന്നത് അല്ലെ. ബ്രഹ്മസാക്ഷാത്കാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 തരത്തിലുള്ള റിയലൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്രഹ്മം, പിന്നെ പരമാത്മാവ്, ഭഗവാൻ. ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ. അപ്പം അതിന്റെ ലോവസ്റ്റ് ഏതാണ്? ബ്രഹ്മസാക്ഷാത്കാരം. അപ്പം അവര് ഈ യോഗികൾ ഈ പറയുന്ന യജ്ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ എത്തിച്ചേരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ തന്നെ എന്താണ് ഒരു ഭൗതികമായിട്ടുള്ള ഒരു ശക്തി പ്രഭാവത്തിൽ ആണ് ഈ ബ്രഹ്മജ്യോതിസ് ഇരിക്കുന്നത് അല്ലെ. ഈ ഭൗതിക ലോകത്ത് മുഴുവനും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭഗവാന്റെ തന്നെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു പ്രഭാവലയത്തിലാണ് ഇവരെത്തിച്ചേരുന്നത്, ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. അതിന് ഭഗവാന്റെ രൂപമില്ലാത്ത അവസ്ഥയാണ് നിർവ്യക്തിഗതവാദം സൂചിപ്പിക്കുന്നത് അല്ലെ. ആ അവസ്ഥയിൽ ശങ്കരാചാര്യർ വിഭാവനം ചെയ്ത അദ്വൈതികളും ബാക്കിയുള്ള യോഗികളും ഒക്കെ ചെന്നെത്തിച്ചേരുന്നത് ഈ പറയുന്ന അവ്യക്തിഗത ബ്രഹ്മത്തിലാണ്, അതായത് സ്വരൂപമില്ലാത്ത ബ്രഹ്മത്തിൽ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? ആത്മാവ് അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അവിടെ അടിച്ചു പിടിച്ച് നടക്കുകയാണോ ചെയ്യുന്നത്? എന്താണ് ആത്മാവിന് സംഭവിക്കുന്നത്? ആത്മാവ് അതിനോട് സായുജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ചേരുന്നു. ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? അത് ലയിക്കുമാണ് ചെയ്യുന്നത് അല്ലെ. അത് ലയിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരു മുറിക്കകത്ത് പിടിച്ച് അടച്ചിട്ടിരിക്കുക. നമ്മുടെ മൊബൈൽ ഇല്ല, TV ഇല്ല, ഒന്നുമില്ലാതെ നമ്മളൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുക. നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും തന്നു എന്ന് വിചാരിച്ചു, എത്ര നേരം അവിടെ ഇരിക്കാൻ പറ്റും? ഒരു 10 മണിക്കൂർ, 2 മണിക്കൂർ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഭക്ഷണം ഉണ്ടെന്ന് വിചാരിച്ചു, ഭക്ഷണം കഴിക്കാൻ യഥേഷ്ടമുണ്ട് അവിടെ. മൊബൈൽ ഇല്ല, ബാക്കി ഒരു മാധ്യമങ്ങളും ഇല്ല, ഒന്നുമില്ല. എത്ര നേരം ഇരിക്കാൻ പറ്റും? പറ്റത്തില്ല പ്രഭു, പറ്റത്തില്ല അല്ലെ. എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ബ്രഹ്മജ്യോതിയിൽ എത്തിച്ചെത്തപ്പെടുന്ന ഓരോ ആത്മാവിന്റെയും. അപ്പൊ ആത്മാവിന്റെ സ്വരൂപം എന്താണ്? നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്. പിന്നെ ഭഗവാൻ എന്താണ്? സുപ്രീം എൻജോയർ ആണ് അല്ലെ. ഭഗവാൻ സുപ്രീം എൻജോയർ ആണ്. അപ്പൊ ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് നമുക്ക് എന്താണ് എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം നമ്മളെ ഓരോ ആത്മാവിലും ഉണ്ട്. ഭഗവാന്റെ അത്ര ഇല്ല. ഭഗവാൻ ഇതിന്റെ എല്ലാം എൻജോയ്മെന്റിന്റെ ഒരു വലിയൊരു തലത്തിലാണ് നിൽക്കുന്നത് അല്ലെ.
പക്ഷെ നമ്മളുടെ എൻജോയ്മെന്റ്, നമ്മളുടെ ആത്മാവ് എപ്പോഴും ഒരു ഫ്രീഡം ആഗ്രഹിക്കും, അല്ലെങ്കിൽ ആസ്വാദനം ആഗ്രഹിക്കും. ഈ ലയനം മാത്രമേ ഉള്ള അവസ്ഥയിൽ അത് ശ്വാസം വിട്ടിട്ട് അവസാനം എനിക്ക് ആസ്വദിക്കണം എന്നൊരു ത്വര വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ആഗ്രഹം വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? വീണ്ടും നമ്മള് ഇത് അനുഭവിക്കാൻ വേണ്ടി ഭൗതിക ലോകത്തിലേക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് അടുത്ത ജന്മം കിട്ടും. അത് അപ്പൊ വീണ്ടും ഇവിടെ വന്ന് ജനിക്കേണ്ടി വരും. കർമ്മം ചെയ്യണേലും ബാക്കിയൊക്കെ ചെയ്യണമെങ്കിലും ഭൗതിക ലോകത്ത് വരാതെ കർമ്മമൊന്നും ബാക്കി ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഉപരിലോകങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഭാരതഖണ്ഡത്തിൽ ജനിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതും ഈ കലിയുഗത്തിൽ പ്രത്യേകം. പൂന്താനം ജ്ഞാനപ്പാനയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കലിയുഗത്തിൽ വന്ന ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലെ. കലിയുഗത്തിലുള്ള ഓരോ ജീവാത്മാക്കളും അല്ല, ഉപരിലോകങ്ങളിലുള്ള മറ്റ് യുഗങ്ങളിലും മറ്റ് ലോകങ്ങളിലുമുള്ള ആൾക്കാരൊക്കെ. അപ്പം നമ്മൾ എന്തുമാത്രം ഭാഗ്യം ചെന്നവരാണ്. ഈ ജ്ഞാനത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് ഫോളോ ചെയ്താൽ മാത്രം നമുക്ക് എന്താണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാം. മറ്റു ചിലർ ബ്രഹ്മജ്യോതിസ്യങ്ങളിൽ ചേരേണ്ട യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ സമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ്യക്തവാദിയുടെ യജ്ഞാഗ്നി പരമമായ ബ്രഹ്മവും ഹോമദ്രവ്യം ബ്രഹ്മാഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട വ്യക്തിഭാവവുമാണ്. അപ്പം ആ ബ്രഹ്മാഗ്നിയിൽ എന്താണ്? ഈ നമ്മളുടെ വ്യക്തിത്വം തന്നെ ദഹിപ്പിച്ചു. നമ്മളുടെ അവസ്ഥ, അതായത് സ്വരൂപം തന്നെ, ഞാൻ അതാണ് പറഞ്ഞത് അല്ലെ, അതിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്നു. ലയിച്ചു ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ നമ്മുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതായിപ്പോയി. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്തായിരുന്നു? നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ് ദാസൻ. എന്നുള്ള ആ ഒരു സ്വരൂപം തന്നെ നഷ്ടപ്പെട്ടു പോയി ബ്രഹ്മജ്യോതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഉള്ളവനാകട്ടെ അർജുനനെ പോലെ തന്റെ സർവസ്വം കൃഷ്ണ പ്രീതിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കും. അതാണ് കൃഷ്ണാവബോധമുള്ള ഒരാളുടെ പ്രത്യേകത. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ തന്റെ എല്ലാ ഭൗതിക സമ്പത്തും സർവവും തന്നെ തന്നെയും കൃഷ്ണന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർ സമർപ്പിക്കുന്നു. ഉത്തമ യോഗിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഉത്തമ യോഗി എന്ന് പറയുന്നത്. അതേസമയം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ഏത് സമയത്തും എങ്ങനെ ആയാലും, എവിടെ വെച്ചിട്ടായാലും, ഏത് രസത്തിലായാലും അവർക്ക് ഭഗവാനെ സേവ ചെയ്യാൻ പറ്റും. സാഖ്യരസത്തിലായിരുന്നല്ലോ അർജുനൻ ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരുന്നത്, സുധാമയൊക്കെ. അതുപോലെ തന്നെ മാധുര്യ രസത്തിലാണ് ഗോപികമാരും രാധാറാണിയും ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരുന്നത്. കുറൂരമ്മ, അതുപോലെ തന്നെ നമ്മളുടെ യശോദാമ്മയൊക്കെ വാത്സല്യ രസത്തിൽ. അങ്ങനെ ഏത് രസത്തിലാകട്ടെ, ഏത് ഭാവത്തിലാകട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണന് വേണ്ടിയിട്ട് സർവവും നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. സേവ അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ, ഡിവോഷണൽ സർവീസ് ഏത് സമയത്തും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏത് രീതിയിൽ, ഏത് രൂപത്തിൽ, ഏത് ലോകത്തിലാകട്ടെ, ഏത് ജീവിവർഗമാകട്ടെ, എന്തായാലും, ഏത് അവസ്ഥയിലായാലും, ഏത് കാലത്തിലായിരിക്കും, ഏത് ഭൂമണ്ഡലത്തിലായാലും നമ്മളുടെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ കൃഷ്ണന്റെ സേവകനാണ് എന്നുള്ള ആ ഒരു വ്യക്തിത്വം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പം അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് അടിവരയിട്ട് വെച്ചോളൂ. നമുക്ക് വ്യക്തിത്വം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സർവ്വതും കൃഷ്ണന് വേണ്ടിയിട്ട് തന്നെ സമർപ്പിക്കണം. സർവ്വതും, ഇതിന്റെ എല്ലാ ഉടമസ്ഥ, അതായത് നമുക്ക് കിട്ടുന്ന സമ്പത്തോ അതാരാണ്? ലക്ഷ്മിയാണ് അല്ലെ. സമ്പത്ത് ലക്ഷ്മിയാണ് അല്ലെ. ലക്ഷ്മി ആരാണ്? ഭഗവാന്റെ സേവികയാണ് അല്ലെ. ഭഗവാന്റെ പാദസേവികയാണ് അല്ലെ. പാദത്തിലാണ് ഏത് സമയത്തും ലക്ഷ്മി ദേവി എന്ത് ചെയ്യാണ്? സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ എവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഹൃദയത്തിലാണ്. അങ്ങനെ സേവനം ചെയ്ത് നമ്മളോർക്കും ലക്ഷ്മി ദേവി ദാസ്യം ചെയ്യുവാണല്ലോ എന്നല്ലേ. ദാസ്യഭാവത്തിൽ ഇരുന്നിട്ട് പാദസേവനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ ലക്ഷ്മി ദേവി ഭഗവാൻ എടുത്ത് എവിടെ വെച്ചിരിക്കുന്നത്? പരമഭക്തരെ വെക്കുന്നത് പോലെ തന്നെ ഹൃദയത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ സ്ഥാനം ഭഗവാന്റെ ഈ നെഞ്ചിലാണ് ഇരിക്കുന്നത് അല്ലെ. സദാ ലക്ഷ്മി ദേവി അവിടെ വസിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ സമ്പത്തിനെയും, സമ്പത്ത് ആരാണ്? ഭഗവാന്റെ. നമുക്ക് തന്നിരിക്കുന്ന ചുറ്റോടിയിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ ഏതാണ്? അതും ഭഗവാന്റെ. എല്ലാം ഭഗവാന്റെ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മളുടെ കഴിവുകൊണ്ടാണോ നമുക്ക് കിട്ടിയ സമ്പത്തും പൂർവ്വ ജന്മാർജിതമായ സ്വത്ത്, കുറെ കാരണവന്മാരുടെ സ്വത്ത് എല്ലാം നമുക്ക് കിട്ടിയല്ലേ? അതൊക്കെ ഈ ഭഗവാന്റെ അല്ല ഇത് മുഴുവനും.
ഇതൊക്കെ നമ്മൾ ആരെങ്കിലും എവിടെന്നെങ്കിലും കൊണ്ടുവന്നാണോ? അല്ലല്ലോ, നമുക്ക് ആർജിതമായി കിട്ടിയതാണല്ലേ. നമുക്കുണ്ടായ സമ്പത്തും ഭഗവാൻ നമുക്ക് എണീറ്റ് കിടക്കാണ്ട് കൈയും കാലും ശക്തിയും ബുദ്ധിയൊക്കെ തന്നുകൊണ്ടല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയത്, ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമ്പത്ത് മുഴുവൻ കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ അങ്ങനെ എഴുതി കൊടുക്കുക അത് ചെയ്യാനായിട്ടല്ല, ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭഗവത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ നിത്യനിദാനത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ കുറെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് വലിച്ചു വാരി ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യണം, അല്ലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യണം. അപ്പോഴാണ് ഭഗവാന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കണം. ഭഗവാന്റെ മക്കൾക്ക് ഒരാളെങ്കിലും അങ്ങനെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ സമ്പത്ത് ഉപകരിക്കുമെങ്കിൽ അത് ചെയ്യണം. അപ്പൊ എപ്പോ ചെയ്യുമ്പോഴുള്ള ഉദ്ദേശം അതിന്റെ റിട്ടേൺ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഏത് സമയവും നമ്മളുടെ കാറ്റ് പോയി കഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ ചിലപ്പോൾ ബാങ്കിൽ കിടപ്പുണ്ടായിരിക്കും, കുറെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളും അതും ഇതൊക്കെ. ജീവൻ ഒരു പെട്ടെന്ന് രേമ്പകം വിട്ട് ജീവൻ അതോടുകൂടി പോയി. ആ പോകുന്ന സമയത്ത് എന്റെ 2-3 FD ഞാൻ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല. അവസാനം മക്കൾ ആരെങ്കിലും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സ്വത്ത് വേണ്ടെന്ന് ഞാൻ ആരും അറിയാതെ ഇട്ടിരുന്ന FD ആണ്. അത് ആര് കൊണ്ടുപോകും? ബാങ്കുകാർ കൊണ്ടുപോകും, അല്ലേ? എന്ന് പറയുന്ന ഒരു ഒറ്റ എക്കിൽ വിളിച്ച് ജീവൻ അങ്ങ് പോയി. 2-3 FD ഉണ്ട് എവിടെയോ. പിന്നെ എന്താണ് പറയുന്നത്, ഈ പഴംതുണിയുടെ ഉള്ളില് എന്ത് ചെയ്യണം, തയ്ച്ചിട്ട് അതിനകത്ത് പോക്കറ്റിൽ കുറെ സ്വർണ്ണാഭരണങ്ങളും കുറെ ക്യാഷും ഒക്കെ വെച്ചിരുന്നു. ആരോട് പറയാൻ പറ്റി? ഒരാളിനും പറയാൻ പറ്റി? കൊണ്ടുപോകാൻ പറ്റിയോ? അത് കുറെ കഴിയുമ്പോ ഈ പഴംതുണിയുടെ കൂടെ എവിടെയെങ്കിലും എടുത്ത് ആ വീട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, മരിച്ചുപോയ ആൾക്കാരുടെ തുണിയെല്ലാം കത്തിക്കുന്നവിടെ ഇത് എടുത്തിട്ട് കത്തിക്കും. പോയോ ഇല്ലയോ? ഈ സമ്പാദിച്ചു വെച്ച കാര്യങ്ങളൊക്കെ എവിടെ പോയി? ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോ? അവനവനും പ്രയോജനപ്പെട്ടോ മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെട്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈവൻ ഭഗവാന് വേണ്ടിയിട്ട് നമ്മള് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്ന മാതിരി നമ്മൾ ജോലി ചെയ്യണം. അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന സമ്പത്തും നമ്മൾ ഭഗവാൻ ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ നിത്യനിദാനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആത്മീയ സ്വഭാവമുള്ള അതായി മാറും. തികച്ചും ഭൗതികമായിട്ടുള്ള സമ്പത്തിനെ നമുക്ക് ആത്മീയമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 26. ശ്രോതാനീനി ശ്രോത്രാന്തി ഇന്ദ്രിയാണേന്യ സംയാമ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ശ്രോത്രാദീനി ഇനീന്ദ്രിയാണന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ശ്രോത്രാദീനി ഇന്ദ്രിയാണ്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജനി മാതാജി. ഹരേ കൃഷ്ണ. ശിബി മാതാജി. ഹരേ കൃഷ്ണ. ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംശയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ശ്രോതാദീനി ഇന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. അന്യരായ ചിലർ ശ്രോത്രാദീനി ശ്രോതം തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിയിൽ ജുഹ്വതി ഹോമിക്കുന്നു. വേറെ ചിലർ ശബ്ദാദികളായ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളായ അഗ്നിയിൽ ജുഹ്വതി ആഹുതി ചെയ്യുന്നു. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ചിലർ കറ കളഞ്ഞ ബ്രഹ്മചാരികളായിട്ടാണ് അവരെ പറയുന്നത്.
ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയാഗ്നി ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പൊ നമ്മൾ മുമ്പ് കണ്ട ആ ഒരു 24ാമത്തെ ശ്ലോകത്തിൽ കണ്ട ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി അവിടെ തൊട്ടാണ് ഈ ഒരു ഹോമവും യജ്ഞവും എല്ലാം നമ്മൾ കണ്ടു തുടങ്ങി അല്ലേ? നമ്മൾ ഒരു ഹോമിക്കുന്നതിനെ പറ്റി കണ്ടു തുടങ്ങി അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കറകളഞ്ഞ ബ്രഹ്മചാരികള് ആത്മസംയനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. അപ്പം അടുത്ത മറ്റു ചിലർ നിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഇതിൽ രണ്ടിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് നമുക്ക് കണ്ടറിയണം അല്ലെ? രണ്ട് തരത്തിലുള്ള ഹോമമാണ് നമ്മൾ കണ്ടത് അല്ലെ? ഞാനിപ്പം 18ാമത്തെ അധ്യായമാണ് ഇവിടുത്തെ ദോഹയിലുള്ള അവർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ഒരു പരിത്യാഗമാണ് സന്യാസം എന്ന് പറയുന്നുണ്ട് അല്ലെ? നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറെ പരിത്യാഗങ്ങൾ. ആ പരിത്യാഗമാണ് ശരിക്കും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സന്യാസം അല്ലെ? നമ്മളെ നിയത കർമ്മങ്ങൾ തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നിത്യകർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നതോടൊപ്പം ഡിവോഷണൽ സർവീസ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഈ ബ്രഹ്മചാരി ആയിട്ട് സർവ്വ ഇന്ദ്രിയങ്ങളെ ഹോമിക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് ഇങ്ങനെ ഒരു അഭിപ്രായപ്പെടുന്ന ഒരു ശ്ലോകം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ അതിന്റെ ഭാവാർത്ഥത്തിൽ പോയിട്ട് എന്താണ് ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നുകൂടെ വിവരിക്കാം. ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? സബിത മാതാജി. പ്രഭു, ഞാനിന്ന് ശ്ലോകം വായിക്കാം. ബുക്കില്ല കയ്യില്. ശ്ലോകം 26. ഹരേ കൃഷ്ണ. ശ്രോതാദീനിന്ദ്രിയാണേന സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീത മാതാജി അതിന്റെ ഭാവാർത്ഥം വായിച്ച്. ഹരേ കൃഷ്ണ. ശ്ലോകം 26 ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. മാനവ സമുദായത്തിലെ 4 വിഭാഗങ്ങളിലെയും അംഗങ്ങളായ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി ഇവരെല്ലാം തികഞ്ഞ യോഗികളോ അതീന്ദ്രിയാത്മാക്കളോ ആകേണ്ടവരാണ്. മനുഷ്യ ജീവിതം മൃഗങ്ങൾക്കെന്ന പോലെ ഇന്ദ്രിയ സുഖലാഭത്തിന് വേണ്ടിയുള്ളതല്ല. മനുഷ്യ ജീവിതത്തിലെ ഈ 4 ആശ്രമങ്ങൾ ഒരാൾക്ക് ആത്മീയ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കാൻ സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. ബ്രഹ്മചാരികൾ അഥവാ വിദ്യാർത്ഥികൾ വിശ്വാസ്യനായ ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഉപേക്ഷിച്ച് മനോനിയന്ത്രണം ചെയ്യുന്നു. കൃഷ്ണാവബോധപരമായ വാക്കുകൾ മാത്രമേ ഒരു ബ്രഹ്മചാരി ചെവിക്കൊള്ളാവൂ. അറിവിന്റെ അടിസ്ഥാന തത്വം ശ്രവണമത്രേ. അതുകൊണ്ട് ശുദ്ധ ബ്രഹ്മചാരികൾ ഹരേർ നാമാനുകീർത്തനം അഥവാ ഭഗവത് നാമ ശ്രവണ കീർത്തനങ്ങളിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പ്രാപഞ്ചികങ്ങളായ ശബ്ദബീജികളിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറുകയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന അതീന്ദ്രിയ ശബ്ദസ്പന്ദനങ്ങളിൽ മനസ്സുറപ്പിക്കുകയും ചെയ്യും. ഗൃഹസ്ഥന്മാരും അങ്ങനെ തന്നെ. ഇന്ദ്രിയ ഭോഗങ്ങൾ അല്പമൊക്കെ ആകാമെങ്കിലും അവ നിയന്ത്രണ വിധേയമായി മാത്രം അനുഭവിക്കുന്നു. ലൈംഗിക ജീവിതം, ലഹരിദ്രവ്യങ്ങളുടെ ഉപയോഗം, മാംസാഹാരം എന്നിവയിൽ പൊതുവെ മനുഷ്യർക്ക് താല്പര്യമുണ്ട്. എന്നാൽ നിയമനിഷ്ഠനായ ഒരു ഗൃഹസ്ഥൻ ലൈംഗിക വൃത്തിയിലാകട്ടെ മറ്റ് ഇന്ദ്രിയ ഭോഗങ്ങളിലാകട്ടെ സ്വച്ഛന്തം ഏർപ്പെടുകയില്ല. നിയന്ത്രിതമായ ലൈംഗിക ജീവിതത്തിന് അനുയോജ്യമായ മാർഗമാണ് വിവാഹം. എല്ലാ പരിഷ്കൃത ജനവിഭാഗങ്ങളും മതാചാര പ്രമാണങ്ങൾക്ക് അനുസൃതമായ വിവാഹ കർമ്മത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിയന്ത്രിതനായ ഗൃഹസ്ഥൻ ഉത്കൃഷ്ടനായ ആത്മീയ ജീവിതത്തിനു വേണ്ടി തന്റെ ഭോഗപ്രവണത ബലി കഴിക്കുന്നു. അതുകൊണ്ട് അനാസക്തവും നിയന്ത്രിതവുമായ ലൈംഗിക ജീവിതവും ഒരു വിധത്തിൽ യജ്ഞം തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ 2 തരത്തിലുള്ള ഹോമിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. ഒന്ന് നമ്മളെ ഒരു ബ്രഹ്മചാരി അല്ലെ? ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിൽ നിന്ന് മന്ത്രം
സ്വീകരിച്ചിട്ട് ആ മന്ത്രത്തിൽ ഉപാസന നേടി സദാ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ആ അറിയത്തില്ല. അമ്മയ്ക്ക് അറിയത്തില്ല. ഇതിൽ മറ്റുള്ള പബ്ലിക്കിൽ നിന്നും മറ്റുള്ള അമ്മയ്ക്ക് അറിയത്തില്ല. സുഖലോലുപിൽ ആത്മസത്യം നിന്നും കൊടുക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള ശബ്ദങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എല്ലാ സംഭവങ്ങളും തന്റെ ഇന്ദ്രിയങ്ങളുടെയും തന്റെ ആഗ്രഹങ്ങളെ എല്ലാം ഹോമിച്ചിട്ട് മന്ത്രത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഗുരുവിന്റെ വാക്കിൽ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ആ ബ്രഹ്മചാരികൾ. ബ്രഹ്മത്തിൽ എന്റെ കൂടെ അനുസരിച്ച് സഞ്ചരിക്കുന്ന വ്യക്തികളാണ് ബ്രഹ്മചാരികൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ഒരു തരത്തിലുള്ള ത്യാഗം ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സന്യാസത്തിന്റെ ഒരു ഘട്ടത്തിലേക്കുള്ള യാത്രയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, ബ്രഹ്മചാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത കൂട്ടരെന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഗൃഹസ്ഥരായിട്ടുള്ള ആൾക്കാര് ഞാനൊരു ഉദാഹരണം പറയാം. രാവിലെ ഇതേ സബ്ജക്ട് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത് 18ാമത്തെ അധ്യായത്തില്. ഉദാഹരണം പറയാം. നമുക്കിപ്പം ഒരുപാട് ഈ മാംസാഹാരം ഭക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെ. കാര്യം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ ശീലിച്ചു പോകും. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമുക്ക് അത് ഉണ്ടാക്കി തന്നു. നമുക്ക് അങ്ങനെ നാവിന് അതങ്ങ് പിടിച്ചുപോയി. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈവൻ ഒരു നോയമ്പെടുക്കണേ തന്നെ അതില്ലാതെ നമുക്ക് പറ്റത്തില്ല. ഇവിടെ എനിക്കൊരു പ്രഭുവിനെ അറിയാം, കപിൽ പ്രഭു എന്നാണ് പേര്. അദ്ദേഹം 5 നേരവും ഈ പറഞ്ഞ മീനില്ലാതെ, പ്രത്യേകിച്ച് മത്സ്യം ഇല്ലാതെ അദ്ദേഹത്തിന് ഇറങ്ങിയില്ല. അതായത് മത്സ്യത്തിന്റെ ഒരു ഭാഗം തന്നെ അവര് ഒരു ഒരു ചെ- ഒരു ഒരു ചെറിയ ഭാഗം പോലും, നമ്മളൊക്കെ ചെതുമ്പലും മുള്ളും ഒക്കെ കളയാം, അതുപോലും കളയത്തില്ല. തല പോലും കളയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് അവര് കംപ്ലീറ്റ് കഴിക്കുന്ന രീതിയിലുള്ള ആൾക്കാരായിരുന്നു അവര്. കാര്യം ഏകദേശം ഒരു കടൽപ്പുറത്തിനോടൊക്കെ അടുത്ത് ജനിച്ച് ജീവിച്ചു വന്ന ആൾക്കാരാണല്ലേ. അപ്പൊ അവർക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. അദ്ദേഹം കൃഷ്ണാബോധത്തിലേക്ക് 6 മാസത്തിനകം വന്നു. കാര്യം ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ജസ്റ്റ് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു നമ്മുടെ മുരളീഹസ്ത പ്രഭുവിന്റെ ഒരു ക്ലാസ് കേട്ടു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മുരളീഹസ്ത പ്രഭുവിനെ അല്ലേ. മുരളീഹസ്ത പ്രഭു ഒരു ക്ലാസ് കേട്ടു. അന്ന് മുതല് ഇവിടെ കാര്യം ഈ ഭക്തിയുത സേവനമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാരണം അദ്ദേഹം അന്വേഷിച്ച് കേട്ട് ഒരു സമാധാനക്കേട് വന്നപ്പോഴത്തേനും അന്വേഷിച്ച് കേട്ട് പള്ളിയിൽ വരെ, ക്രിസ്ത്യൻസിന്റെ പള്ളിയിൽ വരെ പോയി പ്രാർത്ഥന അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ്. ആ വ്യക്തി വെറുതെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, കൊച്ചിന്റെ മോളുടെ കൂട്ടുകാരത്തിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നപ്പോൾ അവിടെ ഇതുപോലെ ഒരു ക്ലാസ് നടക്കുന്നു. അവിടെ നിന്ന് കയറിയിരുന്നത് കേട്ടേക്കാന്ന് വെച്ച് കേട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. പിന്നീടുള്ള ക്ലാസ്സുകളിലെല്ലാം പങ്കെടുത്തു. ഒരാളും പറഞ്ഞിട്ടില്ല, ഗുരു പറഞ്ഞില്ല, ശിക്ഷാഗുരുവായ മുരളീധര പ്രഭുവായിട്ട് ആരും പറഞ്ഞില്ല ഈ പറയുന്ന ഈ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം. അദ്ദേഹം തന്നെത്താനെ നിർത്തി. അദ്ദേഹം എന്നോട് ഷെയർ ചെയ്താണ് ഈ കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ടുവിടാനായിട്ട് ഇങ്ങോട്ട് എന്നുള്ളത്. അദ്ദേഹം ഇപ്പൊ ഇനീഷ്യേഷൻ എടുക്കാൻ മായാവൂർക്ക് പോവാണ് ഉടനെ, അദ്ദേഹം ഭാര്യ. അപ്പൊ അദ്ദേഹം തന്നെത്താനെ നിർത്തി അല്ലെ. നമ്മളിപ്പോ ഈ മാംസാദികൾ ആരെങ്കിലും ശിക്ഷാഗുരുവോ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എവിടെയെങ്കിലും മീൻ പൊരിക്കുന്ന മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നമ്മളുടെ നാവിലും അതുപോലെ തന്നെ വയറിലും ഒക്കെ എന്താണ്, ഇതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മൂക്കിൽ കൂടെ ഒരു ഇന്ദ്രിയം എന്ത് ചെയ്യും, ഇതിന്റെ സിഗ്നല് അകത്തേക്ക് കൊടുക്കും. അപ്പൊ എവിടേക്കാണ് ഇതിന്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? എവിടേക്കാണ് തുടങ്ങുന്നത്? നാവിലാണ് അല്ലെ. നാവിൽ ആദ്യം വെള്ളം വന്നു കഴിയും. വയറ്റിൽ അതിന്റെ ദഹനാഗ്നി എന്ത് ചെയ്യുക, സ്വരൂപിക്കാണ്ട് നോക്കും. അതിന്റെ എൻസൈംസും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അതുപോലെ മനസ്സിൽ അതിലും ഇപ്പുറം ആഗ്രഹം തോന്നും ഇത് കഴിക്കണം എന്നുള്ളതല്ലേ. ഇങ്ങനെ തോന്നുന്നു അല്ലെ. അപ്പൊ ഇതിനെ നമ്മള് പിടിച്ചു നിർത്തുകയാണെന്ന് തോന്നുന്നു. ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ പിടിച്ചു നിർത്തുവാണെന്നുണ്ടെങ്കിൽ സ്വമേധയാ നമുക്ക് തോന്നാതെ പിടിച്ചു നിർത്തുവാണെന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു സമയവും നമ്മളിത് നിർത്താനുള്ള സാഹചര്യത്തിൽ പഴി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അല്ലെങ്കിൽ ആരും അറിയാതെ ഇത് കഴിച്ചാലോ, എനിക്ക് എന്റെ നാവിനെ അടക്കാൻ പറ്റുന്നില്ല, ആരും അറിയാതെ ഇത് കഴിച്ചാലോ, പുറമേ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ നമ്മൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കള്ളത്തരത്തിനും അതിൽ നിന്നൊക്കെ മുതിരും. പുറമെ എല്ലാവരും പറയും ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് ഇത് കള്ളത്തരത്തിൽ ഇത് കഴിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പല അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിച്ചേരും. പക്ഷേ സ്വമേധയാ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കപിൽ പ്രഭുവിന്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ സ്വമേധയാ നമ്മള് തീരുമാനിച്ചുറപ്പിച്ചു എനിക്കിനി ഇത് വേണ്ട. കാര്യം എനിക്ക് ജ്ഞാനം കൈവന്നു, ഞാൻ ജ്ഞാനവാനായി. കാര്യം ഇത് കഴിച്ചാലുള്ള വിപത്ത് എന്താണ്? ഇത് വലവിശി പിടിക്കുന്ന ആളും അതുപോലെ തന്നെ കപ്പലെ കയറ്റി കൊണ്ടുവരുന്ന ആളും ലേലം വിളിക്കുന്ന ആളും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സൈക്കിളുകാരനും അതുപോലെ തന്നെ വീട്ടിൽ വന്ന് അത് വെട്ടുന്ന ആളും പാകം ചെയ്യുന്ന ആളും മസാല ചേർക്കുന്ന ആളും
കഴിക്കുന്ന ആളും പാത്രം കഴുകി വെച്ച ആളും ഒക്കെ തന്നെ ഒരുപോലെ ഇതിന്റെ കർമ്മഫലത്തെ ചുമക്കേണ്ടി വരും എന്നുള്ള ജ്ഞാനം മനസ്സിലാക്കിയതിനു ശേഷവും നമ്മള് എന്താണ് ഒരിക്കലും ഇനി എനിക്കിത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളൊരു ഗൃഹസ്ഥനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് നിയത കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെയും അതുപോലെയുള്ള ഇന്ദ്രിയ ആ, സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അതിനെയൊക്കെ നമ്മള് ഒന്ന് നിയന്ത്രണ വിധേയമാക്കുകയാണെന്നുണ്ടെങ്കിൽ അമിത ഇന്ദ്രിയ ആസക്തിയിലേക്ക് പോകാതെ അതിനെ നിയന്ത്രണ വിധേയമായിട്ട് ഇതിനെയൊക്കെ ചെയ്തെങ്കിൽ അങ്ങനെയുള്ള ഒരു കർമ്മയോഗിയാണ് അത്യുത്തമനായിട്ടുള്ള കർമ്മയോഗി എന്ന് ഭഗവാൻ പല ശ്ലോകങ്ങളിലും പറയുന്നുണ്ട്. അതായത് നമ്മള് ഈ നമ്മളുടെ നിയത കർമ്മം നമ്മൾ നിത്യേന നമ്മൾ ചെയ്യേണ്ട കർമ്മമുണ്ട്. ജോലിക്ക് പോകണം, വീട്ടിലെ കുട്ടികളുടെ കാര്യം നോക്കണം, അവർക്കുള്ള അവർക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം, ആ ഒരു വീട് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഭഗവാനെ ഓർക്കുകയും അതുപോലെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയും അതിനുശേഷം നമ്മള് ഇതിലൊന്നും കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളാണെങ്കിൽ ഇവര് വലുതായിട്ട് നമ്മളെ നോക്കും, അല്ലെങ്കിൽ ഇവര് നോക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള വിചാരം അമിത ആസക്തി കൂടാതെ, ഇന്ദ്രിയ വിഷയങ്ങളിൽ അമിത ആസക്തി കൂടാതെ ഇന്ദ്രിയങ്ങളെ അതിന്റെ എന്താണ് നിയന്ത്രിച്ചിട്ട് ഒരു ആമ തന്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുക. ക്രോധം ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് വന്നു, നമ്മള് ക്രോധം ഉണ്ടാകാതെ നമ്മള് അതിനെ പിടിച്ചു നിർത്തുക. ഇതൊക്കെ തന്നെ ഒരു വലിയ യോഗ പ്രക്രിയയാണ്, സന്യാസമാണ്, ത്യാഗമാണ്, വിരക്തിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെ നിയന്ത്രിതനായ ഗൃഹസ്ഥൻ ഉത്കൃഷ്ടമായ ആത്മീയ ജീവിതത്തിന് വേണ്ടി തന്റെ ഭോഗപ്രവണത ബലി കഴിക്കുന്നു. അപ്പം ശരിക്കും അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ത്യാഗമാണ് അല്ലെ ചെയ്യുന്നത്. അതായത് കൂട്ടുകാരൊക്കെ ചിലപ്പോ ഒരു പക്ഷെ ഇത് ചെയ്തേക്കാം അല്ലെ, കൂട്ടുകാരൊക്കെ പറയും എന്തോ ഇവനിപ്പോ എന്തോ നന്നായി ഒരു നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നു കണ്ടില്ലേ എന്ന് പറയും. ഇവന് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ദേ അവൻ മദ്യപിക്കുന്നില്ല, ഇപ്പൊ എന്റെ കൂടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നില്ല, അവൻ ദേ മത്സ്യാഹാരം കഴിക്കുന്നില്ല, അവൻ എന്തോ മാറ്റം സംഭവിച്ചു, അല്ലെങ്കിൽ അവൻ എന്തോ സംതിങ് സംഭവിച്ചു, എന്തോ ഒരു അപരാധം ചെയ്ത പോലെയാണ് ആൾക്കാരല്ലേ. ഇതിനൊന്നും നമ്മൾ കൂടിയില്ല എങ്കിൽ നമ്മൾ വെറുക്കപ്പെട്ടവരായി മാറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ എന്തോ ഒരു വിചിത്ര ജീവികളായിട്ട് ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് കപ്പാസിറ്റി ഉണ്ടാകുക. നമ്മൾ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ നമ്മൾ ഇൻഡിവിജ്വാലിറ്റി കാണിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒരാൾ കൃഷ്ണഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെറുക്കപ്പെട്ടവരില്ല. ഈവൻ രണ്ടെണ്ണം അടിച്ചിട്ട് അതുവഴി ഇതുവഴി നടന്ന് നമ്മൾ അലവഴിഞ്ഞ് നടക്കുവാണെങ്കിൽ ഒന്നുകൂടെ ക്രെഡിറ്റ് ആണ് അല്ലെ. പബ്ലിക് കാണുമ്പോൾ രണ്ടെണ്ണം അടിച്ച് അവിടെ 4 ഡയലോഗ് ഒക്കെ വിട്ടിട്ട് ഒരു പരിധി നടക്കണം, അവനൊരു ക്രെഡിറ്റും ബഹുമാനവും അംഗീകാരമാണ്. പക്ഷെ ഒരാളൊരു കുറിയും തൊട്ട് ചന്ദനക്കുറിയും തൊട്ട് നടന്ന് അമ്പലത്തിൽ പോവുക, നാമം ഇതിന് ചെല്ലുക, ജപിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ എന്തോ തക്കതായ എന്തോ സംഭവിച്ചു എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ എല്ലായിടത്തും കൂടുതൽ ഭൂരിഭാഗമുള്ള ആൾക്കാർ. അപ്പം കലിയുഗത്തിൽ ബുദ്ധിയുള്ള ആൾക്കാര് സങ്കീർത്തന പ്രസ്ഥാനം ഫോളോ ചെയ്യുന്നു, അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതാണ് യഥാർത്ഥ മാർഗം. അപ്പൊ നമ്മളുടെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താണ് നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് അതിന്റെ ഫലങ്ങൾ ഒന്നിനും ആഗ്രഹിക്കാതെ ഇച്ഛിക്കാതിരിക്കുക, ഇതിന്റെ റിട്ടേൺസ് ഒന്നും ഇച്ഛിക്കാതിരിക്കുക. ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ തന്നെ ഭഗവാന് വേണ്ടി ചെയ്ത കർമ്മങ്ങളായിട്ട് തന്നെ നമ്മൾ അതിനെ മനസ്സിൽ ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ നമ്മളെ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ സുഖ ഭോഗങ്ങളെയും എല്ലാം തന്നെ ത്യജിക്കുക, ഇന്ദ്രിയങ്ങളുടെ വഴിക്ക് വിടുക, ഒരു പരിധിയിൽ അടക്കി നിർത്തുക. അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ ഭക്തിയുത സേവനം അങ്ങോട്ട് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ധർമ്മങ്ങളുണ്ട് പല, പിതാവിന്റെ ധർമ്മം, പുത്രന്റെ ധർമ്മമുണ്ട്, മാതാവിന്റെ ധർമ്മം, ഭാര്യയുടെ ധർമ്മം, ഭർത്താവിന്റെ ധർമ്മമുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യുകയും അവിടെ അങ്ങനെ ഇരുന്ന് ആ കൃഷ്ണാവബോധം അനുഷ്ഠിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ഗൃഹസ്ഥൻ ചെയ്യുന്ന സന്യാസ കർമ്മത്തെ ആണ് ഭഗവാൻ കൂടുതലായിട്ട് ശുപാർശ ചെയ്യുന്നത്. കാര്യം ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ സുഖലോലുപതയുടെയും അതുപോലെ തന്നെ മറ്റു പല സങ്കീർണതകളുടെയും ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെ. ഏത് രീതിയിൽ വേണമെങ്കിലും അത് ഡൈവേർട്ട് ചെയ്ത് വേറെ രീതിയിലായി പോകാവുന്ന സ്ഥലത്ത് ഇതിനെയൊക്കെ നിയന്ത്രിച്ച് ആ ഒരു സാഹചര്യത്തിലും എന്താണ് നമ്മൾ ഒരു കൃഷ്ണഭക്തൻ ഒരു കുടുംബത്തിൽ തന്നെ പിറന്നു കഴിഞ്ഞെങ്കിൽ ആ ഒരു
10 തലമുറകൾക്ക് അവൻ കാരണം ബെനിഫിറ്റഡ് ആണ്. നമുക്ക് പ്രഹ്ലാദ് മഹാരാജന്റെ കാര്യം അറിയാം അല്ലെ. 7 തലമുറകൾ മുൻപേ 7 തലമുറകൾ ശേഷമുള്ളവർക്കെല്ലാം ഭഗവാൻ ഫ്രീ ആയിട്ട് മോക്ഷം കൊടുത്തു. ഒരു അസുര കുലത്തിൽ ഒരു കൃഷ്ണഭക്തൻ ഉണ്ടായതേ ഉള്ളൂ അല്ലെ. ഒറ്റ കൃഷ്ണഭക്തൻ ഉണ്ടായപ്പോ തന്നെ അവരുടെ അത്രയും ജന്മങ്ങൾ തന്നെ ഡെലിവർ ആയി കഴിഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഒരു ഭക്തൻ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവൻ ഏത് സമയവും അമ്പലവാസിയായിട്ട് നടക്കുന്നു, അവൻ എന്തോ ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുന്ന, ആരോ അവനെ പറഞ്ഞു മാറ്റി. ഇനി എന്തെങ്കിലും ആഭിചാരം വരെ ചെയ്യുന്നവരുണ്ട് കൃഷ്ണഭക്തിയായി മാറ്റി അവരെ തിരിച്ചു മാറ്റാനായിട്ട്. ഇവിടെ അങ്ങനത്തെ ഒരു ഒരു കഥയുണ്ടായിരുന്നു. അതായത് എന്റെ ഞങ്ങൾ കൃഷ്ണാബോധത്തിലേക്ക് വന്നപ്പോ ഞാനായിട്ടൊരു മാതാജിയെ കൊണ്ടുവന്നു. കൃഷ്ണാബോധത്തിലേക്ക് എന്റെ നെയ്ബർ ആയിരുന്നു. അവരെ കൊണ്ടുവന്നു. ഒരു തിരുവല്ലക്കാരാണ്. അവര് കൃഷ്ണാബോധത്തിലേക്ക് വന്നിട്ട് അവര് ആദ്യം കൊച്ചിനെ വിടാൻ വേണ്ടിയിട്ട്, കൊച്ചെന്തെങ്കിലും പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വന്നത്. കുട്ടി ഭഗവത്ഗീത ഭാഗവതം പഠിച്ച് കുട്ടി ഭയങ്കര അറ്റാച്ച്ഡ് ആയി പെട്ടെന്ന് തന്നെ. അപ്പൊ കുട്ടി ഓട്ടോമാറ്റിക്കലി അമ്മയെ വിളിച്ചു. അമ്മയും കൂടി വരാൻ തുടങ്ങി. അങ്ങനെ അമ്മ വന്ന് അവര് ഭയങ്കര കൃഷ്ണാബോധ. പക്ഷെ ഹസ്ബൻഡ് എതിരായിരുന്നു. ഹസ്ബൻഡ് ഇതിന് താല്പര്യമില്ല. ഒരു പ്രാവശ്യം പോലും സത്സംഗത്തിലൊന്നും പങ്കെടുത്തില്ല. അപ്പൊ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരുന്നു? അവർക്ക് അവരുടെ വീട് സ്ഥലം എല്ലാം കടം കയറി മുങ്ങിപ്പോയായിരുന്നു. അപ്പം വാടകയ്ക്കാണ് താമസിക്കുക. അപ്പൊ സ്വന്തമായിട്ടൊരു വീട് ഇതായിരുന്നു അവർ കൃഷ്ണാബോധത്തിൽ വന്നപ്പോൾ അവരുടെ ആഗ്രഹം. ഭഗവാൻ എന്ത് ചെയ്തു? സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പണിത വീട് 1.5 കോടി രൂപയുടെ വീടാണ്, ഇന്റീരിയർ അടക്കം പണിത്. അപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത് വീട്. കാര്യം നമ്മളെന്നും വിളിച്ചു പോലും ഇല്ല. കാര്യം കൃഷ്ണഭക്തി വന്നു കഴിഞ്ഞ് കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണഭക്തിയിൽ നിന്ന് പിന്മാറി. ഇവര് തന്നെ ഒരു കൂട്ടരെ കൊണ്ടുവന്നു. ആ ഒരു കൂട്ടർ ഇത് വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവര് ദീക്ഷ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവര് അതിന് മാത്രം ബഹളം ഉണ്ടായി. എന്നെയൊക്കെ കാണുമ്പോൾ കളിയാക്കി, പ്രഭു ഇത്രയും നാളായിട്ട് ദീക്ഷ എടുത്തില്ലേ, ഇത്രയും വർഷം കൃഷ്ണാബോധത്തിൽ. ഞാൻ പ്രഭു എന്റെ പ്രഭു എനിക്ക് അതിന് ക്വാളിഫൈഡ് ആയിട്ടില്ല. ആകുമ്പോ നമുക്ക് അത് എടുക്കാമല്ലോ, ഇപ്പൊ എനിക്ക് അതിന് യാതൊരു യോഗ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ അവര് നമ്മളെ ഒരു കളിയാക്കി പുച്ഛിക്കുന്ന ഒരു രീതിയിലാണ് വന്നത്. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അവര് ഷെൽട്ടറിന്റെ എക്സാം എഴുതിയപ്പോ അവര് ദോഹയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയി. രണ്ടുപേരും ഭാര്യയും ഭർത്താവ് ഒരുമിച്ച്. അവരൊരു വീട്ടിലൊരു കുട്ടിയെ നോക്കാട്ട് ഒരു വേലക്കാരി ആക്കിയത് പോലും ട്രിവാൻഡ്രം ഇസ്കോൺ ടെമ്പിളിൽ നിന്നാണ്. അവിടുത്തെ ഒരു ഡിവോട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇത്ര പോലും അവര് അഡ്വാൻസ്ഡ് ആയി. ഇതിനുശേഷം ഒരു മായാപൂരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഒരു മാതാജിയെ പരിചയപ്പെട്ടു. ആ മാതാജി എന്ത് ചെയ്തു? ഇവരുടെ വീട്ടിലൊന്ന് പോയി ഈ ദീക്ഷ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു? ആ വീട്ടുകാർ വിചാരിച്ചു എന്താണ്, ഈ ദീക്ഷ എന്ന് പറഞ്ഞ ഉടനെ സന്യാസമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് തെറ്റിദ്ധരിച്ചു. അവരെന്ത് ചെയ്തു? ആഭിചാരം ചെയ്തു. ഇവർ കൃഷ്ണാബോധിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് വലിയ കൊടിയ ആഭിചാരം ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? കൃഷ്ണാബോധത്തിൽ നിന്ന് വീട്ടുകാരെല്ലാരും കൂടി ഒത്തു. എന്നിട്ട് കൃഷ്ണാബോധത്തിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള പുറത്താക്കിയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചെന്ന് കണ്ടു. അവരെ കൊണ്ട് എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെ മാറി മാറി വിളിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരിക്കലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങൾ കാണുമല്ലോ, നമുക്കറിയത്തില്ലേ. നമ്മൾ നിത്യേന നമുക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത ചില ചോദ്യങ്ങളുണ്ട്. ഭക്തന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് രാധാറാണിയെ കൃഷ്ണൻ വേർപെട്ടു പിരിഞ്ഞു പോയെന്ന് ഒരു ഭക്തനല്ലാതെ ഇതിനൊന്നും ആർക്കും മനസ്സിലാകത്തില്ല, ഇതിന്റെ ഉത്തരങ്ങളൊന്നും അല്ലെ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലെ. കൃഷ്ണൻ എന്താണ് വസ്ത്രം മോഷ്ടിച്ചു, അതുപോലെ തന്നെ കൃഷ്ണൻ ഒരുപാട് ഭാര്യമാരെന്തിനായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. നമുക്കൊരു ഭക്തിയുടെ ലെവലിൽ അല്ലാതെ ഉത്തരം പറഞ്ഞാലും അത് കേൾക്കുന്ന ആൾക്ക്, യോഗ്യതയില്ലാത്ത ആൾക്ക് അത് മനസ്സിലാകത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി കഴിക്കണ്ട എന്ന് എവിടെ ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീത യഥാരൂപം എന്ന് പേരാരാണ് ഇട്ടത്? ഈ യഥാരൂപം ഇരിക്കുന്നത് തഞ്ചാവൂർ മ്യൂസിയത്തിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവര് വന്നു. എന്നോടൊരു 1-2 മണിക്കൂർ നേരം ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അറിയാവുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞു. അതുപോലെ നമ്മുടെ ശിക്ഷാഗുരും അങ്ങനെ അടക്കമുള്ളവരെല്ലാരും ഇവരുടെ ഫോൺ കോൾ എല്ലാം കേട്ട് അവസാനം അവർ ബ്ലോക്ക് ചെയ്യുക വരെ ചെയ്തു. ഇതുപോലെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ചോദിക്കുന്ന ഇടത്തോട് ഉടക്ക് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവര് അടുത്ത മാസം പോയിട്ട് ദീക്ഷ എടുക്കേണ്ട ആൾക്കാരാണ് ഈ പറയുന്ന ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു?
ഞങ്ങൾ 150 പേരുള്ള സത്സംഗത്തിൽ ഇപ്പം 4 പേരാണുള്ളത്. ബാക്കിയുള്ളവരെ മുഴുവൻ അവർ മാറ്റി കൃഷ്ണാപുരത്തിൽ നിന്ന്. ഞാനിപ്പം എന്താണ് ഗുരുപ്രഭു പോയതിനു ശേഷം ഞാനിപ്പോ അത് കണ്ടിന്യൂ ചെയ്യണം. 4 പേര് ഓൺലൈനിൽ വെച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ഇതിന്റെ കാര്യം എന്താണ്? മിസ് ഗൈഡൻസ്. അപ്പൊ കൃഷ്ണാബോധത്തിലേക്ക് പോയി എന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സന്യാസം എന്ന് പറയുന്നത് എന്താണ് എന്ന് ശരിക്കും നമ്മൾ ഈ ശ്ലോകം പഠിക്കുമ്പോഴും ഇതിനകത്ത് ശിലപ്രഭാതരുടെ ഇതിന് ശരിയായിട്ടുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ അതിന് പകരം അവര് വേറെ സ്രോതസ് വഴി അതിന്റെ ജ്ഞാനം അറിയാണ്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള ദുർമൂർത്തികൾ അതിനിടയ്ക്ക് വരികയും ചെയ്തു. അതായത് മായ അവരെ കയറി പിടിവിട്ടു. അപ്പൊ അവരുടെ കൂടെ മായ പിടിച്ച് ബാക്കിയുള്ള അത്രയും പേര് അങ്ങ് മാറി. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ജന്മത്തിൽ അവർക്ക് ബ്രഹ്മാണ്ട പ്രമിതോ കോന ഭാഗ്യവാൻ എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ഗുരു കൃഷ്ണ കൃപ എന്ന് പറഞ്ഞ ഒരു ബംഗാളി ഒരു സോങ് ഉണ്ട് നമ്മുടെ രൂപഗോസ്വാമിയുടെ. ഈ ബ്രഹ്മാണ്ടത്തില് ആകെ ഭാഗ്യം ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപയുള്ളവരാണ്. ആദ്യം ഗുരുവിന്റെ കൃപ ഉള്ളവരും കൃഷ്ണന്റെ കൃപയുള്ളവരാണ് ഏറ്റവും ഭാഗ്യശാലികളായിട്ടുള്ള ആൾക്കാര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനവര് യോഗ്യരായില്ല. എന്നാലും ഭഗവാൻ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്, ഒരു അലവൻസ് കൊടുത്തിരിക്കുകയാണ്, ഒരു ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് എന്താണ്? അടുത്ത ജന്മം അവർക്ക് എവിടെ അവർ നിർത്തിയോ അതിന്റെ ബാക്കി ചെയ്തു തുടങ്ങിയാൽ മതി എന്നുള്ള ഒരു ബോണസ് ഭഗവാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മള് ബലി കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിതമായിട്ടുള്ള ഭോഗപ്രവണതകളെയാണ് ബലി കഴിപ്പിക്കുന്നത്. നമ്മള് ഇന്ദ്രിയങ്ങളെയാണ് പരിത്യാഗം ചെയ്തിട്ട് നിയന്ത്രണ വിധേയമാക്കുന്ന ഇന്ദ്രിയങ്ങളെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ ജ്ഞാനം. അതായത് ശരിയായിട്ടുള്ള ജ്ഞാനം ഇല്ലാതെ വരുന്ന അവസ്ഥയിലാണ് ജീവാത്മാക്കൾ ഈ രീതിയിൽ ഡൈവേർട്ട് ചെയ്തു പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇവിടെ നടന്ന ഒരു സംഭവമാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ബാക്കിപത്രമായിട്ട് ഞാൻ അവശേഷിച്ചിരുന്ന ഒരു തിരിശേഷിപ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഞാൻ അവശേഷിക്കുന്നു. ബാക്കി പോയറിൽ ഒരാൾ മിച്ചം. അറിയില്ല എപ്പൊ മായ പിടിക്കുമെന്ന്. മായ പിടിക്കാതിരിക്കാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. അതുപോലെ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത 28ാമത്തെ ശ്ലോകം അല്ലേ? 27ആണോ? 27. സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. അത് രാധാ മാതാജി. ഹരേ കൃഷ്ണ. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. ശിവി മാതാജി. ഹരേ കൃഷ്ണ. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം പ്രഭാതരുടെ പദാനുപത തർജ്ജമ. അപരേ അപരന്മാർ, സർവാണി സർവങ്ങളായ, ഇന്ദ്രിയ കർമാണി ഇന്ദ്രിയ കർമ്മങ്ങളെയും, പ്രാണകർമാണി ച പ്രാണകർമ്മങ്ങളെയും, ജ്ഞാനദീപിത ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രേരണയിൽ, ആത്മസംയോഗാഗ്നൗ മനോനിയന്ത്രണമാകുന്ന യോഗാഗ്നിയിൽ ജുഹ്വതി ഹോമിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ കേസ് എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്.
ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഇതേ ശ്ലോകം തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശ്ലോകം തന്നെ അതിന്റെ ഷേപ്പ് ഒന്ന് വ്യത്യാസപ്പെടുത്തി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ. അപ്പൊ യോഗ പ്രക്രിയകളിലൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? യോഗ പ്രക്രിയ ഒരുപാട് നമ്മളെ സഹായിക്കുന്നു. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഭക്തി യോഗയാണ് ചെയ്യുന്നത്. മറ്റു ചിലർ കുറെ അഭ്യാസ മുറകളും ശ്വാസ നിയന്ത്രണങ്ങളുമാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യുന്നതാണോ? അത് നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. എന്താണ്? സ്റ്റെപ്പ് കയറി 100 നിലയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ എലിവേറ്ററിൽ കയറി പോകുന്നത്. നമ്മൾ എലിവേറ്ററിൽ കയറി പോകുന്നു, അവര് സ്റ്റെപ്പ് കയറി വരുന്നു. ഇതാണ് വ്യത്യാസം. അപ്പൊ ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ. അപ്പൊ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ് അത്ര അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ കണ്ടു, അല്ലേ? അപ്പൊ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം 5 ഇന്ദ്രിയങ്ങൾ 5 കവാടങ്ങളാണ്, അല്ലെ? എങ്ങോട്ടേക്കുള്ള? 6ാം ഇന്ദ്രിയമായ മനസ്സിലേക്കുള്ള കവാടമാണ്, അല്ലെ? നമ്മൾ കണ്ടു, അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ് മനസ്സാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു ഹരി നാരായണ. നമ്മൾ ഈ കാണുന്ന ഈ കണ്ണ് ഭയങ്കര പ്രശ്നമാണ്, അല്ലെ? നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് മനസ്സിന് സിഗ്നൽ കൊടുക്കും, അല്ലെ? അപ്പൊ മനസ്സ് അത് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കർമ്മേന്ദ്രിയത്തെയും ഒക്കെ നമ്മള് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും, അല്ലെ? ഓക്കെ, ആ ഒരു സാധനം വിലക്കപ്പെട്ട ഒരു കനിയാണെന്ന് വിചാരിക്കുക. അത് എടുക്കാനായിട്ടുള്ള പ്രേരണ തോന്നും. കാര്യം കണ്ണ് അത് കണ്ടു. ഇനി അടുത്ത് എന്താണ്? ഒരു സ്മെല്ല് വന്നു, മൂക്ക് എന്ത് ചെയ്ത് സിഗ്നൽ കൊടുക്കുന്നു. അപ്പം വേറെ മറ്റുള്ള പല ഇന്ദ്രിയങ്ങൾക്കും, അതായത് വയറിൻ്റെ അകത്ത് ദഹനാഗ്നി വന്നു, നാവിൽ എന്ത് ചെയ്യും? ദഹനരസം വന്നു. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പ്രക്രിയ, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്. ഇനി കാതില് ഒരു ശബ്ദം കേട്ടു. ശരിക്കും ആ ശബ്ദം എന്താണ് അത് എന്നറിയാതെ തന്നെ ആ ഒരു മധുരസ്വരം കേട്ട് നമ്മൾ അതിൽ ആകൃഷ്ടമായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഏത് ഇന്ദ്രിയങ്ങൾ മൂലവും ഇതെല്ലാം ഗേറ്റ് ആണ്, അല്ലെ? നമുക്ക് ആപത്ത് സംഭവിക്കാം, അല്ലെ? ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ കണ്ണുകൊണ്ട് എന്താണ്? അംബരീഷ് മഹാരാജാവ് അങ്ങനെ ചെയ്തിരുന്നു, അല്ലെ? അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ അർച്ചവിഗ്രഹം കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാതുകൾ കൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം കേൾക്കാനായിട്ട് ഏത് സമയവും ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും എന്താണ്? അദ്ദേഹത്തിന്റെ എന്താണ്? ഹരിചന്ദന ലേപനമാണ് ഏത് സമയവും ധരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂക്കിൽ ഭഗവാന് നിവേദിച്ച പുഷ്പങ്ങളുടെ ഗന്ധം മണക്കാനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ കാലുകൾ കൊണ്ട് അദ്ദേഹം എന്താണ്? ഭഗവാന്റെ ദിവ്യധാമകളിലേക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് കാലുകൾ ഉപയോഗിച്ച്. കൈകൾ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചത്. പുഷ്പങ്ങൾ പറിക്കാനും അതുപോലെ തന്നെ മാല കോർക്കാനും ഭഗവാന് നിവേദിക്കാനും ഒക്കെയാണ് കൈകൾ കൊണ്ട്. അത് കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം സദാ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയന്ത്രിച്ചപ്പോൾ ഋഷികേശ സേവനം ഭക്തിരുച്ചതേ. അപ്പം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാനെ നമ്മള് സന്തോഷിപ്പിക്കുക ആണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണ വിധേയമാകും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു സേവയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സേവയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പോൾ ഇത് അത്ര ഈസി അല്ല ഇതെന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? ആമ തന്റെ അവയവങ്ങളെ ഉൾവലിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അർജുനൻ പോലും ഭഗവാനോട് പറഞ്ഞു, അല്ലെ? ഞാൻ കാറ്റിനെ വരെ വേണേ പിടിച്ചു നിർത്താം, കൊടുങ്കാറ്റിനെ വരെ, പക്ഷെ എനിക്ക് എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അസാധ്യമാണെന്ന് ഭഗവാന്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും ഭഗവാനെ എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? മുന്നോട്ട് പോകുമ്പോഴത്തേന് ചഞ്ചല ഹി മനഃ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ ശ്ലോകം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. ആ ഒരു ശ്ലോകത്തിൽ എന്താണ് അർജുനൻ ചോദിച്ചതെന്നും ഭഗവാൻ എന്താണ് അതിന് ഉത്തരം പറഞ്ഞതെന്ന്
ഒറ്റ വാക്കിലല്ല ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കുറെ ശ്ലോകങ്ങളിലായിട്ടാണ് അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിയന്ത്രിതമാകുന്ന മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കാനായിട്ട്. അപ്പൊ ആ അഗ്നിയിൽ എങ്ങനെ ഹോമിക്കാനായിട്ട് സാധിക്കും? നിയന്ത്രിതമാകുന്ന മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? മന്ത്രം. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു സാധനം എന്താണ്? മന്ത്രം. നമ്മൾ ആ മന്ത്രം ഏതാണ്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മനസ്സിനെ ത്രാണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രം. അപ്പൊ അതുകൊണ്ടാണ് ഈ മന്ത്രം നമ്മൾ ജപിച്ചിട്ട് മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി ആ ആ ഒരു ആ, മനസ്സാകുന്ന അഗ്നിയിൽ അതിനെ ഹോമിക്കുക. അപ്പൊ അതും ഒരു യജ്ഞമാണ്. ഇപ്പൊ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു അല്ലെ? അതുപോലെ തന്നെ യജ്ഞേ സങ്കീർത്തന പ്രായ യജന്തസി സുമേധസ. അപ്പം അവിടെയും കണ്ടു യജ്ഞം. അപ്പം മനസ്സാകുന്ന മനസ്സിനെ ത്രാണനം ചെയ്യാനായിട്ട് നാമസങ്കീർത്തന യജ്ഞമാകുന്ന ആ യജ്ഞത്തിൽ നിന്നുണ്ടായ അഗ്നിയില് എന്ത് ചെയ്യണം? ആ മനസ്സ് മുതൽ ഉണ്ടാകുന്ന ഇന്ദ്രിയ വിഷയങ്ങളെ എല്ലാം അതിനുള്ളിൽ ഹോമിക്കുക. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇനി അതിന്റെ ഭാവാർത്ഥം കൂടെ നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? ഷിബി മാതാജി. ഭാവാർത്ഥം ജയശീൽ ഭഗവത്ക്ക്. പതഞ്ജലിയുടെ യോഗ പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പാതഞ്ജല യോഗ സൂത്രത്തിൽ ആത്മാവിനെ പ്രത്യേകാത്മ പരാഗാത്മ എന്ന് 2 വിധത്തിൽ പറയുന്നുണ്ട്. ഇന്ദ്രിയ സുഖാകൃഷ്ടനായിരിക്കുമ്പോൾ ആത്മാവ് പരാഗാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അതേ ആത്മാവ് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ പ്രത്യേകാത്മാവ് എന്നറിയപ്പെടുന്നു. ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന 10 വിധ വായുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയനാണ് ആത്മാവ്. ആ പ്രവർത്തനങ്ങൾ ശ്വസന വിധാനത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ആത്മാവിന്റെ ഭൗതികാസക്തികളെ ശുദ്ധീകരിക്കാൻ ഉതകത്തക്ക വിധത്തിൽ ശരീരവായുക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുകൂലമാക്കണം. ശരീരവായുക്കളുടെ പ്രവർത്തനങ്ങളെ സാങ്കേതികമായി എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പതഞ്ജല യോഗം നിർദ്ദേശിക്കുന്നു. ഈ യോഗ പദ്ധതി പ്രകാരം പ്രത്യേകാത്മാവത്രേ ആത്യന്തിക ലക്ഷ്യം. അതാകട്ടെ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് തികച്ചും പിന്മാറലാണ് താനും. ഇന്ദ്രിയങ്ങളെല്ലാം അതതു വിഷയങ്ങളിൽ പ്രവർത്തിക്കും. കണ്ണ് കാണുന്നതിൽ, ചെവി കേൾക്കലിൽ, മൂക്ക് മണക്കലിൽ, നാവ് ആസ്വാദനത്തിൽ, കൈ സ്പർശനത്തിൽ, അങ്ങനെ ഓരോന്നും ബാഹ്യ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം പ്രാണവായുവിന്റെ പ്രവർത്തനങ്ങളാണെന്ന് പറയപ്പെടുന്നു. അപാനവായു താഴോട്ട് പോകുന്നു, വ്യാനവായു വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുന്നു, സമാനൻ സമനില പാലിക്കുകയും ഉദാനൻ മേലോട്ട് പോവുകയും ചെയ്യും. ഇവയെല്ലാം ആത്മസാക്ഷാത്കാരത്തിന് ഉപയോഗപ്പെടുത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള യോഗ പദ്ധതിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പതഞ്ജലിയുടെ യോഗസൂത്രം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെ ആത്മാവിനെ 2 കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്. പ്രത്യേകാത്മ പരകാത്മ എന്ന് പറയുന്ന 2 വിധത്തിൽ പറയുന്നുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളിൽ ആകർഷ്ടനായിട്ടിരിക്കുമ്പോൾ ആത്മാവിനെ പരകാത്മാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ അതേ ആത്മാവ് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ അതിനെ പ്രത്യേകാത്മാവ് എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളുടെ സുഖത്തിൽ നിന്നും വേർപിരിഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള ആ ആത്മാവിനെ പ്രത്യേകാത്മാവ് എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന അങ്ങനെയുള്ള ആത്മാവിനെ പരകാത്മ എന്നുമാണ് പറയുന്നത്. അപ്പം നമ്മള് യോഗ പ്രക്രിയയിൽ കൂടെ നമ്മള് പതഞ്ജലി പറയുന്നിരിക്കുന്ന എന്താണ്? ഈ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഉപാധിയാണ് അല്ലെ? ഒരു എക്സസൈസ് ആണ് അത് പറയുന്നത് അല്ലെ? ശ്വാസം നിയന്ത്രിച്ചു. അല്ലാതെ എന്താണ് ചെയ്യുന്നത്? നമ്മള് മൂലാധാരത്തിൽ നിന്ന് ആ പ്രാണനെ ഉയർത്തിയിട്ട് എവിടെ കൊണ്ടുവരണം? ഈ ഇട പിംഗള സുഷുമ്ന എന്ന് പറഞ്ഞ 3 നാഡികളിൽ കൂടെ എന്ത് കൊണ്ടുപോകണം? ഇവിടെയുള്ള രന്ധ്രത്തിൽ കൊണ്ടുവരണം അല്ലെ? സഹസ്രാരദള പത്മ എന്ന് പറഞ്ഞ ആ ഒരു രന്ധ്രത്തിൽ എത്തിക്കണം അല്ലെ? അവിടെ എത്തിച്ചു കഴിയുമ്പോൾ എന്താണ്? പരമാനന്ദ പറയുന്ന ഒരു സംഭവം ഉണ്ടാകും. അങ്ങനെ ആ യോഗ പ്രക്രിയകളിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. അതിന് 10 തരത്തിലുള്ള ദശവായുക്കളാണ് പറയുന്നത് അല്ലെ? ഈ ആത്മാവ് ആരുടെ കൂടെയാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത്?
ഈ 10 വായുക്കളുടെ കൂടെയാണ്. എന്തുകൊണ്ട് അവരുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൃദയം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആത്മാവ് മാറുന്നില്ല? ഇതിന്റെ കാരണം എന്താണ്? ഈ ആത്മാവിന്റെ വലിപ്പം തന്നെ എത്രയാണ്? ഒരു തലമുടിനാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ-1 അംശത്തിന്റെ വലിപ്പമുള്ള ഒരു ആത്മാവിന്റെ വലിപ്പം. അപ്പോൾ ഈ ആത്മാവ് ഏതിന്റെ കൂടെയാണ് ലയിച്ചിരിക്കുന്നത്? നമ്മളുടെ ഈ ദശപ്രാണന്റെ കൂടെ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതിനൊരു ആത്മാവിന് വലിപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിപ്പം എത്രയാണ് നമ്മൾ കണ്ടു. പക്ഷെ അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 മൈന്യൂട്ടാണ്. അപ്പൊ ഈ ദശപ്രാണനെ നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ പരകാത്മാവ് ആക്കാനായിട്ട് സാധിക്കും. അതിനുള്ള പ്രോസസ്സാണ് ഈ പതഞ്ജലി പറഞ്ഞിരിക്കുന്ന യോഗ പ്രക്രിയ, അഷ്ടാംഗ യോഗം. അപ്പൊ അഷ്ടാംഗ യോഗത്തിലൊക്കെ ശ്വാസം നിയന്ത്രണ വിധേയമാക്കി നമ്മള് എന്താണ് ചെയ്യുന്നത്? നമ്മൾ മൂലാധാരത്തിൽ നിന്നിട്ട് പ്രാണനെ ഉയർത്തി നമ്മളുടെ നാഡികളിൽ കൂടി അതിനെ പടി 6 പടികൾ കടന്നിട്ട് മുകളിൽ എത്തിക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ? അങ്ങനെ നിയന്ത്രിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഇതിനെ വളരെ ഈസി കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മള് എന്താണ് അതിന്റെ പരമസത്യം അല്ലെങ്കിൽ പരമജ്ഞാനം നമ്മൾ എന്തിനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അതിനെ ഒരു എക്സസൈസ് ആയിട്ടോ അല്ലെങ്കിൽ അതിനെ മറ്റുള്ള പല ഉപാധികളായിട്ടോ അല്ലെങ്കിൽ നമ്മളതൊരു പ്രത്യേക ഒരു വ്യക്തികളായിട്ട് മാറുകയും നമ്മൾ ഭഗവാൻ എന്നുള്ള ആ ഒരു ടച്ച് അവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു തികച്ചും ഭൗതികമായി മാറും. എന്നാൽ അവിടെ നമ്മൾ ഭഗവാനെയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും, ഭഗവാൻ അതിലെ ഒരു മെയിൻ ഫാക്ടറായിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആത്മീയമായിട്ട് മാറും. അല്ലെങ്കിൽ അത് തികച്ചും ഒരു ഭൗതിക എക്സസൈസ്, നമ്മൾ ജിംനേഷ്യത്തിൽ പോകുന്ന പോലത്തെയുള്ള ഒരു എക്സസൈസ് ആയിട്ട് മാറിപ്പോകും അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി നമ്മൾ അപ്പൊ ഈ 10 വായുക്കള് എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വായുക്കളെ അതിന്റെ പ്രോസസ്സാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഓരോ വായുക്കളെ എങ്ങോട്ടേക്ക് വിടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കണം. യോഗിയാണെന്നുണ്ടെങ്കിൽ യോഗപ്രക്രിയ ഭക്ഷണമാണ് ആദ്യം നിയന്ത്രിക്കുന്നത് അല്ലെ? വാചോ വേഗം മനസ്സോ വേഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാക്കുകളിൽ ശുദ്ധത വേണം. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ നിയന്ത്രണം സാധ്യമാകുള്ളൂ. നമ്മുടെ ഉപദേശാമൃതത്തിൽ രൂപഗോസ്വാമി പറഞ്ഞിട്ടുള്ള വാചോ വേഗം മനസ്സോ വേഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. നമ്മൾ വളരെ കുറച്ച് സംസാരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. അതുപോലെ തന്നെ മനസ്സ് പക്ഷെ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വരാൻ നമുക്ക് ഹരിനാമകീർത്തനത്തിലെ 2 ശ്ലോകങ്ങൾ കൂടി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സമയം കഴിഞ്ഞ് ഇനി അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോവുകയാണെങ്കിൽ പോവാം. പ്രഭു പറയട്ടെ പ്രഭു? പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിലുള്ളവർ എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ഒന്ന്. രണ്ടാമത്, നമ്മുടെ സമ്പത്ത് ഭഗവാന്റെ ആണ്. അത് ആത്മീയ സ്വഭാവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. മാറ്റാനായിട്ട് സാധിക്കും നമ്മൾ അതിനെ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അതെ അതെ അതെ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഒരു ശുദ്ധ ബ്രഹ്മചാരി ഹരേർനാമ കീർത്തനം അല്ലെങ്കിൽ ഭഗവാന്റെ നാമവും ശ്രവണവും കീർത്തനങ്ങളും സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ഗൃഹസ്ഥൻ ഉത്കൃഷ്ടമായ ആത്മീയ ജീവിതത്തിന് വേണ്ടി തന്റെ പ്രവണത ബലികഴിക്കും. അതുകൊണ്ട് അനാസവും നിയന്ത്രിതവുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. സവിതാ മാതാജി, ശിവി മാതാജി, ഒന്നുമില്ല? രാധാ മാതാജി. ഹരേ കൃഷ്ണ. നമ്മള് ഭക്തന്മാർ 2 വിധത്തിലാണ്. ബ്രഹ്മചാരികൾ, അവര്
സ്വയം ആത്മസംയമനം നിയന്ത്രിച്ച് ബ്രഹ്മത്തിനനുസരിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കാം. അതേസമയം ഗൃഹസ്ഥന്മാർക്കാണ് അവർ കൃത്യമായി നിയതകർമ്മങ്ങൾ ചെയ്യണം, പിന്നെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് പ്രതിഫലിച്ചൊന്നുമില്ലാതെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് അവനവന്റെ ധർമ്മവും എല്ലാം ചെയ്ത് ഒരു ഗൃഹസ്ഥന് തന്നെ ഒരു കൃഷ്ണാവബോധത്തോടെ നല്ലൊരു ഭക്തനായി ജീവിക്കാൻ പറ്റും. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യോഗ പ്രക്രിയയിലൂടെ മാത്രമേ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനെ സേവിക്കുക. കൂടാതെ ബുദ്ധിയുള്ളവർ നാമസങ്കീർത്തന പ്രവർത്തനം തുടരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല പോയിന്റ് ആയിരുന്നു. രാധാമാതാജിക്ക് എന്തെങ്കിലും പറയണ്ടോ? ഹരേ കൃഷ്ണ. നമ്മൾ ഹരിനാമ കീർത്തനത്തിലേക്ക് പോവാണ്. ആർക്കെങ്കിലും കാണാതെ അറിയാമോ നമ്മളെടുത്ത 4 ശ്ലോകങ്ങള്? അറിയാം പ്രഭു, അറിയാം. പിന്നെ വേറെ 4 എടുത്തായിരുന്നു. ഓംകാരം നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ സകല സന്താപനാശന, ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓംകാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യ രൂപഹരി നാരായണായ നമ. ഒന്നായ നിന്നെ ഇക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽഭതമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാബലികൾ, പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാബലികൾ മറന്നുപോയല്ലോ. നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായികവേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ആദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നു വയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമ. അപ്പൊ നമ്മൾ കണ്ടു എന്തുമാത്രം ആനന്ദമാണല്ലേ ഈ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനും കണ്ണായിട്ട് ഇരുന്ന പൊരുൾ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ എന്നാണ് കണ്ടത്. അപ്പൊ അതിന്റെ ആ ഒരു ഇദ്ദേഹത്തിന്റെ ഇതുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോണം. അദ്ദേഹം നല്ലൊരു ജ്ഞാനിയായിട്ടുള്ള വ്യക്തിയാണ്. ഇത് എഴുതിയ ആള്, ഇതിന്റെ പരിഭാഷ എഴുതിയ ആള്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞാണ്. ഇത് എഴുതിയ ആളുടെ പേര് ഞാൻ മറന്നു പോയത്, നോക്കട്ടെ. അപ്പൊ അത് ആ വ്യാഖ്യാനം ഉള്ള ആൾക്കാർ ഒന്ന് പോയി. ബാലകൃഷ്ണൻ നായർ സാർ അല്ലേ? ജി ബാലകൃഷ്ണൻ നായർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതൊന്ന് ഉണ്ടെങ്കിൽ പോയി നോക്കുക. വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നതിൽ നമ്മളൊരു കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എടുക്കുന്നത്. നമ്മള് ഈ ദ്വൈതത്തിന്റെ ലെവലിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കേട്ടോ, ജി ബാലകൃഷ്ണൻ നായർ ഞങ്ങളുടെ നാട്ടുകാരനാ തോന്നുന്നു. ഹരിബോൾ. ഓക്കെ. ഇനി അടുത്തത് ഹരിനാമ കീർത്തനമതിന് ഉര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു ഉര ചെയ്വതിന്നരുൾക നാരായണായ നമാം. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ആരെങ്കിലും ഒരാള് ജ്ഞാനാംബിക മാതാജി അല്ല രതിദേവി മാതാജി പഠിക്കും. ഹരേ കൃഷ്ണ. ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാല ദേവകളും അരുൾ ചെയ്ത പൂസുരൻ നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവുര ചെയ്വതിന്നരുൾക നാരായണായ നമ. ഹരേ കൃഷ്ണ. അതായത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥമല്ല, ഹരിനാമ കീർത്തനം ഇത് ഉര ചെയ്വതിന്. അതായത് നമ്മൾ കണ്ടു അല്ലേ, ജ്ഞാനപ്പാന എങ്ങനെയാണ് തുടങ്ങിയത്?
ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. എന്താണ് കേട്ടത്? നരജന്മം സഫലമാക്കിയിടുവാൻ എന്താണ്? ഗുരുനാഥന്റെ തുണയോടുകൂടി നമുക്ക് നാമം കിട്ടണം, നാമം കിട്ടണം അല്ലേ? അപ്പൊ ഈ ഹരിനാമ കീർത്തനം ഉര ചെയ്വതിന് എന്താണ്? ഗുരുവിന്റെ കൃപ ഉണ്ടാകണം. പിന്നെ എന്താണ്? ദേവകൾ അരുൾ ചെയ്ത ഭൂസുരരും വേണം അല്ലേ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നരനായി ജനിച്ചു പോയി മരണം ഭവിപ്പുളവും ഉര ചെയ്വതിനരുളുക നാരായണായി ജയ. നമ്മളെ ഈ മനുഷ്യ ജന്മത്തിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടിട്ട് പോകണ്ടേ? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ മനുഷ്യ ജന്മം നമുക്ക് കിട്ടിയല്ലേ? ഒരുപാട് ജന്മങ്ങൾ, ഒരുപാട് യോനികളിൽ കൂടെ കടന്നിട്ട് നമുക്ക് ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് എന്താണ് ഈ നാരായണ എന്നുള്ള മന്ത്രം അല്ലെങ്കിൽ ഹരിനാമ കീർത്തനം ജപിച്ചിട്ട് വേണം, ഗുരു ഉപദേശിച്ച ഹരിനാമ കീർത്തനം അല്ലെങ്കിൽ നാമം ജപിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ച് എത്താനായിട്ട്. അതാണ് ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഹരിനാമ കീർത്തനം ഇത് ഉര ചെയ്വതിന് ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും. അപ്പൊ ദേവകളും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? മറ്റുള്ള ദേവന്മാരും അതുപോലെ തന്നെ മറ്റുള്ള രാജാക്കന്മാരായിട്ടുള്ള ആൾക്കാര്, ഭൂസുരര് അല്ലെ? ഒരുപാട് നമുക്കറിയാം ഭഗവാൻ ഇതൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? അർജുനെ പോലെയുള്ള അല്ലെങ്കിൽ വിവസ്വാന്, മാനുവംശ പിതാവായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എല്ലാ പ്രജകളിലും ഇതെത്താൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ നരനായി ജനിച്ചു പോയി മരണം ഭവിപ്പളവ്. അപ്പൊ നരനായിട്ട് ജനിച്ച് നമ്മളുടെ ഈ മനുഷ്യ ജന്മത്തിൽ തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള മരണം, എങ്ങനെയായിട്ട് സുഖമായിട്ട് മരിക്കാം എന്നതിന് വേണ്ടിയിട്ട് ഇത് നീ എന്താണ്? നാമം ഉര ചെയ്യുക അല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന് നാരായണായ എന്ന് നീ ജപിക്കുക. എങ്കിൽ മാത്രമേ വളരെ സുഖമായിട്ടുള്ള ഒരു മരണം നമുക്ക് കിട്ടി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വളരെ ദുഃഖമാണ്. നമുക്കറിയാം കൃഷ്ണ ഭക്തരെ എങ്ങനെയാണ് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഇല്ലാതെ വിഷ്ണു പാർഷദന്മാർ വന്ന് കൊണ്ടുപോകും. അല്ലാത്തവർ എന്താണ്? ദൂതന്മാർ വന്ന് യമഭാഷ ഇട്ട് വലിച്ചു മുറുക്കി വലിയ കഷ്ടപ്പാടോടുകൂടിയാണ് നമ്മുടെ ദേഹത്തിൽ നിന്ന് പിടിച്ചു വലിച്ചെടുക്കുന്നത് അല്ലെ? അപ്പൊ ആ ബുദ്ധിമുട്ട് അനുഭവിക്കണോ? വളരെ എളുപ്പമുള്ള പ്രോസസ്സാണ് ഇതല്ലേ? നമുക്ക് ഗുരു ഉപദേശിച്ചു തന്നിട്ടുള്ള ആ മന്ത്രം ഉണ്ടെങ്കിൽ ഈ മർത്യജന്മത്തിൽ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട്, പിന്നെ ആകുലതകൾ ഇല്ലാത്ത വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ടുള്ള പ്രോസസ്സ് വളരെ ഈസിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ലോകം വിട്ടു പോകാനായിട്ട് വളരെ എളുപ്പമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥമൊക്കെ ഭയങ്കര കാര്യമായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സമയമുള്ളപ്പോൾ നോക്കുക. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകം, അതുകൂടി എടുത്തിട്ട് നമ്മൾ നിർത്തുവാണ്. ശ്രീമൂലമായ പ്രകൃതിയിൽ നിന്ന് തുടങ്ങിയല്ലേ? പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമഃ. അപ്പം എന്താണ് ശ്രീമൂലമായ പ്രകൃതി? എന്താണ്? ഭഗവാന്റെ മൂലപ്രകൃതി. ഭഗവാന്റെ മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ അന്തരംഗ ശക്തി. ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി. എന്നിട്ട് എന്താണ്? മഹാമായയാണ് നമ്മളെ ജനിക്കുമ്പോൾ മുതൽ നമ്മളെ ഈ കൊണ്ട് നടക്കുന്നത് അല്ലേ? അപ്പൊ ജന്മങ്ങളും അങ്ങനെ എത്ര ജന്മങ്ങൾ ജനിച്ചും മരിച്ചും എന്താണ്? ഈ കർമ്മത്തിന് ഒട്ടും അവസാനം ഉണ്ടാകുന്നില്ല. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ലോ എന്നുള്ള ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈശ്വര ശക്തിയായ മൂലപ്രകൃതിയിൽ ആരംഭിച്ച് ജന്മമരണ പരിണാമം അവസാനിക്കുന്നത് വരെ ബ്രഹ്മശക്തിയായ മായയുടെ പ്രവർത്തന മണ്ഡലമാണ്. ഇവിടെ നിരവധി ജനന പരിണാമഘട്ടങ്ങൾ കടന്നാലും കർമ്മപ്രവാഹം അവസാനിക്കുന്നതേ ഇല്ല. പരമ കാരണസ്വരൂപനായ അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ശ്രീമൂലമായ പ്രകൃതി. അപ്പൊ ശ്രീമൂലമായ പ്രകൃതിയുടെ ആ ഒരു ഇതുകൊണ്ടാണ്, ആ ഒരു കാരുണ്യം കൊണ്ടായിട്ടാണ്, ആ മൂലപ്രകൃതി ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ആ ഒരു കാരുണ്യം കൊണ്ടാണ് നമുക്കിവിടെ ജനിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം തന്നെ കിട്ടിയിരിക്കുന്നത് അല്ലെ? ആ ഒരു നമ്മുടെ അമ്മയായിട്ടുള്ള രാധാറാണിയുടെ ആ ഒരു
കൃപ കൊണ്ട് മാത്രമാണ് നമ്മളെ എന്താണ് ഞാൻ ഇനി നാരായണനാമം ജപിച്ചോളാം എന്ന് സത്യം കിട്ടും നമ്മളുടെ അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ മൂലപ്രകൃതിയുടെ ആ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ജനിച്ചത്. ജനിച്ചു വന്നപ്പോഴത്തേക്ക് എന്താണ് മഹാമായയുടെ അടുത്തേക്കാണ് വന്ന് നമ്മൾ പെട്ടുപോയത് അല്ലെ. ഈ ഭൗതിക പ്രകൃതിയുടെ ആ ഒരു പ്രകൃതി ശക്തികള് ത്രിഗുണങ്ങളിലേക്കാണ് നമ്മൾ വീണു പോയത് അല്ലെ. അപ്പൊ ജനനാന്ത്യത്തോളം പിന്നെ എന്താണ് ഈ മഹാമായ തന്റെ ഗതി. അപ്പൊ മഹാമായയിൽ പെട്ടുപോയാൽ എന്താണ് ഈ മൂന്ന് ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും പല യോനികളിൽ കൂടെ ജന്മമൃത്യു ജരാവ്യാധി ദുഃഖങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളുണ്ടല്ലോ. ആദിദൈവിക ആദിഭൗതിക ആധ്യാത്മിക ക്ലേശങ്ങൾ എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ ഈ കർമ്മങ്ങൾ ഇങ്ങനെ കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ ഈ കെട്ട് ഇങ്ങനെ മുറുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. ഒരിക്കലും അത് പൊട്ടി അത് നമുക്ക് അതിൽ നിന്ന് മോചിതനാകാനായിട്ട് പറ്റുന്നില്ല എന്ന് അല്ലയോ നാരായണ എനിക്ക് ഇതിന് പറ്റുന്നില്ല. ഈ കർമ്മത്തിന് ഒരിക്കലും ഒരു അവസാനം ഉണ്ടാകുന്നില്ലല്ലോ ഭഗവാനെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? ശ്രീമൂലമായ പ്രകൃതിയുടെ ഒരു കാരുണ്യം കൊണ്ടാണ് അല്ലെ. നമ്മുടെ ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ഒരു കാരുണ്യം കൊണ്ടാണ് നമ്മളെ ഈ മനുഷ്യ ശരീരം തന്നെ. എങ്ങനെയെങ്കിലും ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് ഒന്ന് തിരിച്ച് എന്റെ അടുത്തേക്ക് വരുമെന്ന് സ്വന്തം അമ്മ ആഗ്രഹിക്കാതിരിക്കുവോ? മക്കൾ തിരിച്ച് സ്വഭവനത്തിലേക്ക് തിരിച്ചത് നമ്മൾ എന്തൊക്കെയോ കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്ത് ചാടി അല്ലെ. സ്വന്തം അമ്മയുടെ സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ അതിൽ കൂടുതൽ ആസ്വാദനം എവിടെയോ കിട്ടുമെന്നറിഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഭഗവാൻ എന്ത് ചെയ്തു? നമ്മളെ ഈ ഭൗതിക ലോകത്ത് നിന്ന് സ്വന്തമായിട്ട് ആസ്വദിച്ചോളാനായിട്ട്. പക്ഷെ അമ്മ എപ്പോഴും മക്കള് തിരിച്ചു വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ശ്രീമൂലമായ പ്രകൃതിയുടെ കാരുണ്യം കൊണ്ട് നമുക്കൊരു മനുഷ്യ ശരീരം കിട്ടി. എന്നിട്ടെങ്കിലും നമ്മള് മനസ്സിലാക്കുക, നമ്മളപ്പോ ഈ മഹാമായയുടെ ആ ഒരു ഇതിൽ പെട്ടിട്ട് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും 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 പാകായ കർമ്മങ്ങൾ, സഞ്ചിത കർമ്മവും ആ കർമ്മവും ഈ കർമ്മവും എല്ലാം ചെയ്തിട്ട് നമ്മള് ഈ ഒരു പരുവത്തില് എത്തി ഇങ്ങനെ ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് യഥാർത്ഥ സ്വരൂപം. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇതും പഠിക്കുന്നത് അല്ലെ. വ്യത്യാസമായിട്ട് ഒന്നും കാണുന്നില്ല. നമുക്ക് ഇത് പഠിക്കുന്ന ആൾക്കാരെ നമുക്ക് റിലേറ്റ് ചെയ്യാം അല്ലെ, നന്നായിട്ട് റിലേറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ 4 പഠിച്ചു, ഇത് 5, 6 ഒന്ന് പഠിച്ചു, ഇപ്പൊ 6 മൊത്തം. ഇതെല്ലാവരും ഒന്ന് കാണാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഹരിനാമ കീർത്തനം എങ്കിലും നമ്മള് നാട്ടിൽ ജനിച്ച കഴിഞ്ഞപ്പോ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് റെക്കോർഡുകൾ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം എന്താണെന്ന് അറിയില്ലായിരുന്നു, അത് പഠിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാരും ഇത് ശ്രമിച്ചിരിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് ബൈഹാർട്ടായിട്ട് പഠിക്കാം. വളരെ എളുപ്പമാണ്, മലയാളത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ പഠിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. സംശയമൊന്നുമില്ലല്ലോ? നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിച്ചേക്കാം. ഹരേ കൃഷ്ണ.